ഹരേ കൃഷ്ണ, ജയ് ശ്രീറാം. നമ്മൾ രാവിലെ രാമായണം ചർച്ച ചെയ്തു. അതിൻ്റെ തുടർച്ചയാണിന്ന്. വിശ്വാമിത്ര മുനി കുഞ്ഞുങ്ങളായ രാമലക്ഷ്മണന്മാരെ, കുഞ്ഞുങ്ങളല്ല, മഹാശക്തരായിട്ടുള്ള യോദ്ധാക്കളാണ്. 16 വയസ്സുള്ള മഹാശക്തരായിട്ടുള്ള യോദ്ധാക്കൾ. ഇന്ന് രാവിലത്തെ ചർച്ചയിൽ ഭഗവാൻ താടകയെ വധിച്ചു. വിശ്വാമിത്ര മുനി ഭഗവാന് ദിവ്യാസ്ത്രങ്ങളൊക്കെ കൊടുക്കുകയാണ്. എല്ലാ ശക്തികളും വരുന്ന ഭഗവാനിൽ നിന്നാണ്. പക്ഷേ ഇവിടെ ഒരു നിയോഗം, അവിടെ വിശ്വാമിത്ര മുനിക്ക് ആ ഒരു മഹാസൗഭാഗ്യം ലഭിക്കുകയാണ്. ഭഗവാന്റെ ഗുരുവാകാനുള്ളൊരു സൗഭാഗ്യം ലഭിക്കുകയാണ്. അതാണ് നമ്മൾ ഇന്ന് രാവിലെ ചർച്ച ചെയ്തത്. ഇനി മാരീചനും സുബാഹുവിനും നല്ല പണി കിട്ടാൻ പോവുകയാണ്. അവർക്ക് എന്ത് പണി എങ്ങനെ എപ്പോൾ കൊടുക്കുന്നു എന്നാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഭക്തരെല്ലാവരും ലൈവിൽ വരുന്നവരെ നമുക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു ഭഗവാനെ കുറിച്ചുള്ളൊരു ഭജന കേൾക്കാം, അല്ലേ? ഹരേ കൃഷ്ണ, ജയ ശ്രീറാം. നമുക്കെല്ലാവർക്കും പരിചയമുള്ള, സ്ഥിരം എൻ്റെ കുട്ടിക്കാലം മുതലേ കേൾക്കുന്ന ഒരു രാമകീർത്തനം. സന്ധ്യാനാമം എന്ന് പറയുമ്പോൾ തന്നെ ഇതാണ് നമുക്കിത് കേൾക്കാൻ പറ്റുന്നത്. കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. രാമ രാമ പാഹി മാം രാമപാദം ശരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം രാമപാദം ശരണേ മുകുന്ദ രാമ പാഹി മാം. രാമനാമമോദിടുന്നു ഞങ്ങളിന്നു സാദരം ആമയങ്ങൾ നീയുവാൻ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം ശരണേ മുകുന്ദ രാമ പാഹി മാം. മാർഗമായി വരേണം തൃപ്പദങ്ങൾ ഞങ്ങളിൽ ഭക്തവത്സല മുകുന്ദ രാമ രാമ പാഹി മാം. എല്ലാവരും ഇടും രാമ രാമ പാഹി മാം. രാമപാദം ശരണേ മുകുന്ദ രാമ പാഹി മാം. ദീനബന്ധുവായിടുന്ന ജാനകി മനോഹര ദുഷ്ടനിഗ്രഹ മുകുന്ദ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം രാമപാദം ശരണേ മുകുന്ദ രാമ പാഹി മാം. ഭക്തി തന്നു മുക്തിയെ രക്ഷ ചെയ്വതും ഭവാൻ ഭക്തപാലക മുകുന്ദ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം രാമപാദം ശരണേ മുകുന്ദ രാമ പാഹി മാം. തുഷ്ടിയോടു ദേവവൃന്ദമൊക്കെയും സ്തുതിച്ചിടും ഇഷ്ടദൈവമേ മുകുന്ദ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം രാമപാദം ശരണേ മുകുന്ദ രാമ പാഹി മാം. ചരിതമോർക്കുവാൻ തുണയ്ക്കണം നിത്യ സത്യപൂർണനായ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം പാദം ശരണേ മുകുന്ദ രാമ പാഹി മാം. കാലദോഷമിന്നെനിക്ക് കൈവരാതിരിക്കുവാൻ കൈതൊഴുന്നു ഞാൻ മുകുന്ദ രാമ രാമ പാഹി മാം.
രാമ 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 പാഹി മാം രാമപാദം ശരണേ മുകുന്ദ രാമ പാഹി മാം മുക്തിദായക ഭഗവൽ ഭക്തിയാർമന്മനം ശുദ്ധമാകണം മുകുന്ദ രാമ രാമ പാഹി മാം രാമ 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 പാഹി രാമപാദം ശരണേ മുകുന്ദ രാമ പാഹി മാം പാൽക്കടൽക്കകം വളർന്ന പന്നഗേന്ദ്രശയ്യയിൽ പള്ളികൊണ്ട രാഘവ മുകുന്ദ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമപാദം ശരണേ മുകുന്ദ ആകുലങ്ങളാശു തീർന്നു നേരറിഞ്ഞു വാഴുവാൻ ആശീർവാദമേകണേ മുകുന്ദ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമപാദം ശരണേ മുകുന്ദ രാമ പാഹി മാം മംഗളങ്ങളെത്രയും ഭവിച്ചു മോദമേകുവാൻ മംഗലാഹൃതേ മുകുന്ദ രാമ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമപാദം ശരണേ മുകുന്ദ രാമ പാഹി മാം. ഇനി വേറൊരു പാട്ട് കൂടെ കേൾക്കാം നമുക്ക്. പാരിജാതഃ സമസ്തം മംഗളമാതനോതു രഘുനന്ദന ജയ സിയ രാം ജയ രഘുനന്ദന ജയ സിയ രാം प्रणाम हे दुख भंजन तुम्हें प्रणाम जय रघुनंदन जय सिया राम जय रघुनंदन जय सिया राम. घात घात को हे परमेश्वर स्नेह तुम्हें सिखलाते घात घात को हे परमेश्वर स्नेह तुम्हें सिखलाते नर नारी के प्रेम की ज्योति जग में तुम्हें जलाते ओ नैया के सेवनहार जग में तुम्हारा नाम जय रघुनंदन जय सिया राम जय रघुनंदन जय सिया राम. आयो जी मैंने राम रतन धन पायो रायो जी मैंने राम रतन धन पायो आयो जी मैंने राम वस्तु अमूल्य दी मेरे सतगुरु वस्तु अमूल्य दी मेरे सतगुरु कृपा कर अपनायो आयो जी मैंने कृपा कर अपनायो. ഇതെല്ലാവരും കേൾക്കണേ. എല്ലാവരും കേട്ടതാണ്. എല്ലാവരും രാം രാം എന്ന് ഞാൻ ചോദിക്കും. രാം 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 രാം.
രാം 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 ജയ രാം 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 ജയ രാം രാം ജയ രാം രാം ജയ രാം നന്ദന രഘു രഘുനന്ദന രഘുവര സേവന രഘുപതി ശായന ശതയോജന ശതശതയോജന ശരധിനിയോജന ശരപരിലംഘന രഘുനന്ദന രഘു രഘുനന്ദന രഘുവര സേവന രഘുപതി ശായന ശതയോജന ശതശതയോജന ശരധിനിയോജന ശരപരിലംഘനമേ ഹരിഭാജന ഹരി ഹരിഭാജന ഹരിമദഭാജന ദശമുഖ കമ്പണ ബടവാകൃത ബടബടവാകൃത ബടബാണലകൃത ബഹുഭസ്മാർച്ചന ജയ കേതന ജയ ജയ കേതന ജയ ഹയ പ്രാപുന ജയ മിടതാപുനീ രഘുനന്ദന രഘു രഘുനന്ദന രഘുവര സേവന രഘുപതി ഛായന ശതയോജന ശതശതയോജന ശതധിനിയോജന ശരപരിലംഘന ഹരിഭാജന ഹരി ഹരിഭാജന ഹരിമദഭാജന ദശമുഖ കമ്പണ ബടവാകൃത ബടബടവാകൃത ബടബാണലകൃത ബഹുഭസ്മാർച്ചന ജയ കേതന ജയ ജയ കേതന ജയ ഹയം രാപുന ജയ മിടകാപുരനേ. അല്ല ആഞ്ജനേയ സ്വാമിയെ കുറിച്ചാ ഒന്നുകൂടെ കേൾക്കാം അല്ലേ നമുക്ക്. തുടക്കത്തിൽ രാംനാമം എല്ലായിട്ടുണ്ട്. I work better under pressure. If you keep telling yourself this. രാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ 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 ജയ രാമ രാമ ജയ രഘുനന്ദന രഘു രഘുനന്ദന രഘുവര സേവന രഘുപതി ശായന ശതയോജന ശതശതയോജന ശരധിനിയോജന ശരപരിലംഘന രഘുനന്ദന രഘു രഘുനന്ദന രഘുവര സേവന രഘുപതി ശായന ശതയോജന ശതശതയോജന ശരധിനിയോജന ശരപരിലംഘനമേ ഹരിഭാജന ഹരി ഹരിഭാജന ഹരിമദഭാജന ദശമുഖ കമ്പണ ദശമുഖ കമ്പൻ. രാവണൻ പേടിച്ച ഒരേ ഒരാളുടെ മുമ്പില് ഹനുമാന്റെ ജയ കേതന ജയ ജയ കേതന ജയ ഹയ പ്രാപുന ജയ മിടതാപുനീ രഘുനന്ദന രഘു രഘുനന്ദന രഘുവര സേവന രഘുപതി. കൈലാസം വരെ പൊക്കുന്ന രാവണന് ഒരേ ഒരാളെ പേടിയുള്ളൂ, ഹനുമാൻ. സത്യം പറഞ്ഞാൽ ശ്രീരാമസ്വാമി ഇത്രയും പേടിയില്ല. അതാണ് ബ്രഹ്മചര്യ പവർ. ശ്രീരാമസ്വാമി ഭഗവാനാണ്. മനുഷ്യരൂപത്തിൽ ഇരിക്കുന്നതുകൊണ്ട് രാവണന് തിരിച്ചറിയാൻ പറ്റില്ല ഇത് ഭഗവാനാണെന്ന്. ഇത്രയും പവർ, രാമന്റെ പവർ രാവണനെ അളക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഹനുമാൻ സ്വാമിയെ കാണുമ്പോഴേ അറിയാം ഇദ്ദേഹം വലിയൊരു സംഭവം. ഹരേ കൃഷ്ണ. ഒരു പാട്ടും കൂടെ കേട്ടിട്ട് നമുക്ക് ആരംഭിക്കാനൊരു സത്സംഗം.
ആഞ്ജനേയ സ്വാമിക്ക് ജയ്. എല്ലാവരും നമ്മുടെ ചാനലിൽ അഞ്ജനാദ്രി പർവ്വതം കണ്ടില്ലേ? സൂപ്പറല്ലേ? അവിടെയാണ് ഹനുമാൻ സ്വാമി അവതരിച്ചത്. അഞ്ജനാദേവിയുടെ മകനായിട്ട് ഹനുമാൻ സ്വാമി അവതരിച്ച സ്ഥലമാണത്, അഞ്ജനാദ്രി പർവ്വതം. ഇഷ്ടപ്പെട്ടായിരുന്നോ? ഒരു കീർത്തനം കൂടെ കേട്ടിട്ട് നമുക്ക് ഇന്നത്തെ സത്സംഗം ആരംഭിക്കാം. सिया राम जय जय राम, राम सिया राम जय जय राम. कोई है वही जो राम रचि राखा, तो करि तर्क बढ़ावे साखा. राम सिया राम जय जय राम, राम सिया राम जय जय राम. धीरज धरम नेत्र अरुणारी, आपद काल परखे जारी. राम सिया राम जय जय राम, सिया राम जय जय राम. मारुति 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 जय मारुति, मारुति 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 जय मारुति. मारुति 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 जय मारुति, मारुति 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 जय मारुति, रामदूत मारुति मारुति जय मारुति. रामदूत मारुति मारुति जय मारुति, मारुति 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 जय मारुति, मारुति 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 जय मारुति. आंजनेय मारुति मारुति जय मारुति, आंजनेय मारुति मारुति जय मारुति, महावीर मारुति महावीर मारुति मारुति जय मारुति, मारुति 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 जय मारुति, मारुति 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 जय मारुति. भक्तवत्सल मारुति मारुति जय मारुति, भागवत प्रिय मारुति भागवत प्रिय मारुति मारुति जय मारुति, मारुति 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 जय मारुति, मारुति 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 जय मारुति, रामदूत मारुति मारुति जय मारुति, रामदूत मारुति मारुति जय मारुति, मारुति 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 जय मारुति, मारुति 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 जय मारुति. आंजनेय मारुति मारुति जय मारुति, आंजनेय मारुति मारुति जय मारुति, महावीर मारुति मारुति जय मारुति, महावीर मारुति मारुति जय मारुति, मारुति मारुति
मारुति जय मारुति भगवत प्रिय मारुति मारुति जय मारुति 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 जय मारुति श्री रामचंद्र भगवान की जय, सीता मैया की जय, लक्ष्मण भरत शत्रुघ्न स्वामी की, हनुमत स्वामी की जय। ഹരേ കൃഷ്ണ. ചർച്ച തുടരാം. അങ്ങനെ ശ്രീരാമസ്വാമിക്കും ലക്ഷ്മണസ്വാമിക്കും വിശ്വാമിത്ര മുനി എല്ലാവിധ ദിവ്യാസ്ത്രങ്ങളും കൊടുത്തു. ദിവ്യാസ്ത്രങ്ങളെ ആവാഹിക്കാനും അതിനെ പ്രയോഗിക്കാനുള്ള എല്ലാ വിദ്യയും പറഞ്ഞു കൊടുത്തു. നമുക്ക് ഗുരുപ്രണാമ മന്ത്രങ്ങൾ അറിയാം. ഒരുവിടം ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. അഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനാശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം ദദാതി സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരോം ശ്രീതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാത്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതം ശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രക്ഷായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമിനേ നമാചാര്യപാദായ നിതായ ഗുരുപ്രദായിനി ഗൗരഗദാ ദാമോദായ നഗരഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഗോവിന്ദ ശ്രീമതി ഭക്തി സിദ്ധാന്ത സരസ്വതി നാമിനേ. ശ്രീഭാഷഭാനവീ ദേവി വേദായ കൃപാബ്ദയെ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമോ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദാ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനകാരിണി രൂപാനുസിദ്ധാന്തഹാരിണി. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തേ വിപ്രദംബരസാംഭൂതേ പാദാംബുജായിതേ നമ. നമോ ഭക്തി വിനോദായ സച്ചിദാനന്ദരാവിനേ ഗൗരശക്തി സ്വരൂപായ രൂപാനുഗരായ ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദേശ സജ്ജനപ്രിയ വൈഷ്ണവ സർവോഹമ ശ്രീജഗന്നാഥായതേ നമ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യ നാമിനേ ഗൗരത്വിസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുഹൃദോപങ്കോർമമന്ദമതീർഗതിമത്സർവസ്വപാദാംബോജോ രാധാമതിരമോ. ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ്രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പ്രേഷ്ഠാനപി സേവ്യമാനോ സ്മരാ. ശ്രീമൻരസാരം ശ്രീമൻരാസരസാരം ഭീമം ശ്രീപദത്തരസ്ഥിത കർഷൻ വേണുസ്മരേർഗോപീർഗോപീനാഥശ്രീസ്തുന തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി ക്ഷമാനുസുതേ പ്രണമാമി ഹരിപ്രിയ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ
ഹരേ രാം 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 ഹരേ മുഖം കരോതി വാചാലം പങ്കും ലങ്കായതീരം യത്രപാദമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യേശ്വരം. ഹരി ഓം തത്സത്. നമുക്ക് ചർച്ച തുടരാം. അങ്ങനെ ദിവ്യാസ്ത്രത്തെക്കുറിച്ചുള്ള എല്ലാ അറിവുകളും വിശ്വാമിത്ര മുനി രാമല ലക്ഷ്മണന്മാർക്ക് നൽകുകയാണ്. അതിനുശേഷം വിശ്വാമിത്ര മുനി പറഞ്ഞു, എൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് വീരരാജകുമാരന്മാരെ, ഇനി നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കടക്കാം. അങ്ങനെ അവർ ആ സ്ഥലത്ത് നിന്നും കുറച്ച് ദൂരം സഞ്ചരിച്ചു. ഒരു കൂട്ടം മരങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്നവരടുത്തെത്തി. എൻ്റെ അടുത്തെത്തിയപ്പോൾ പലതരത്തിലുള്ള പൂക്കളും പഴവർഗ്ഗങ്ങളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു കാടായിരുന്നു. ഒരുപാട് സുന്ദരമായിട്ടുള്ള പക്ഷികൾ അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് സുന്ദര മാനുകൾ അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു. വിശ്വാമിത്ര മുനിയെ കണ്ടിട്ട് വിശ്വാമിത്ര മുനിയോട് ശ്രീരാമസ്വാമി ചോദിച്ചു, ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? ഇത് വളരെ മനസ്സിനെ ആകർഷിപ്പിക്കുന്ന ഒരു സ്ഥലമാണല്ലോ. ഏതോ ദിവ്യമായിട്ടുള്ള ഏതോ ആശ്രമത്തിൽ നമ്മൾ എത്തിയതുപോലെ തോന്നുന്നു. നമ്മുടെ ആശ്രമത്തിൽ തന്നെയാണോ ഇത് എന്ന് ചോദിച്ചു. ശ്രീരാമസ്വാമിക്ക് എല്ലാം അറിയാം. എന്നാലും വിശ്വാമിത്ര മുനിയുടെ ഒരു ശിഷ്യനെ പോലെ ഇങ്ങനെ ലീലയിൽ പങ്കെടുക്കുകയാണ് ശ്രീരാമസ്വാമി. അപ്പോൾ വിശ്വാമിത്ര മുനി ചിരിച്ചുകൊണ്ട് മഹാബലി ചക്രവർത്തിയുടെയും ദേവേന്ദ്രൻ്റെയും കഥ പറയുകയാണ്. മഹാബലി ചക്രവർത്തി ത്രിലോകങ്ങളെയും കീഴടക്കി ത്രിലോകങ്ങളുടെ അധിപനായി ഭൂമിയുടെയും പാതാള ലോകങ്ങളുടെയും സ്വർഗത്തിൻ്റെയും അങ്ങനെ കുറേ കാലം അങ്ങനെ തന്നെ ഭരണം തുടർന്നു. ദേവന്മാർക്കെല്ലാം ഒരുപാട് ദുഃഖമായി. അവർ ഭഗവാന്റെ സഹായം അഭ്യർത്ഥിച്ചു. അങ്ങനെ ഭഗവാൻ വാമന രൂപം എടുത്തു. ദാനമായിട്ട് 3 അടി മണ്ണ് ചോദിച്ചു. അങ്ങനെ അതിലൂടെ ഭഗവാൻ ഈ സ്വർഗലോകവും ദേവേന്ദ്രന് തിരിച്ചു കൊടുക്കുകയാണ്. ഭാവനമൂർത്തി ആ സമയത്ത് ഇവിടെ ഈ ഒരു ആശ്രമത്തിൽ കുറച്ച് നാളുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് ഇതിൻ്റെ പേര് സിദ്ധാശ്രമം എന്നാണ്. വിശ്വാമിത്ര മുനി പറഞ്ഞു, ഇവിടെ തന്നെയാണ് ഞാനും താമസിക്കുന്ന രാമ, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 കുമാരന്മാരെയും കൊണ്ട് മഹർഷി ആശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ ഒരുപാട് പർണശാലകളുണ്ടായിരുന്നു. ചില ഹോമകുണ്ടങ്ങളും ഉണ്ടായിരുന്നു. അവിടെ ചില ഋഷിമാര് ഹോമത്തിന് വേണ്ടിയുള്ള സാമഗ്രികൾ തയ്യാറാക്കുമായിരുന്നു. ചിലവർ ഹോമകുണ്ടം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു കൂട്ടം ഋഷിമാര് വേദങ്ങളിൽ നിന്നുള്ള മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. ചിലവർ ഹോമത്തിനുള്ള സാമഗ്രികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു, പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു. രാമലക്ഷ്മണന്മാര് അവിടെയുള്ള ആശ്രമ അന്തേവാസികളെല്ലാം കണ്ട് സന്തോഷത്തോടുകൂടി എല്ലാവരെയും പ്രണമിച്ചു. ഇത്രയും തിരക്കിട്ട് സേവനങ്ങളിൽ ഏർപ്പെട്ട് കൊണ്ടിരുന്നതിൻ്റെ ഇടയിലും ആ ഋഷിമാരുടെ മുഖത്ത് ഒരു ശാന്തതയുണ്ടായിരുന്നു. അവരുടെ മുഖത്ത് അവരുടെ ആ തപോബലം കാണാൻ പറ്റുമായിരുന്നു. വിശ്വാമിത്ര മുനിയും കുമാരന്മാരും വന്നു എന്നറിഞ്ഞപ്പോൾ ആശ്രമത്തിലുള്ള എല്ലാവരും വളരെയധികം ഉത്സാഹത്തോടു കൂടി പ്രണമിക്കാനായിട്ട് മുന്നോട്ട് വന്നു. ആശ്രമ അന്തേവാസികൾ കുടിക്കാൻ ജലവും കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പഴവർഗ്ഗങ്ങളും 2 കുമാരന്മാർക്ക് നൽകി. ഏകദേശം സന്ധ്യ കഴിഞ്ഞ് കുറേ രാത്രിയായിരുന്നു. ഒരു മിനിറ്റ്.
അടുത്ത ദിവസമാണ് വിശ്വാമിത്ര മുനിയുടെ ഹോമം ആരംഭിക്കാൻ പോകുന്നത്. അങ്ങനെ വിശ്വാമിത്ര മുനിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ ശിഷ്യർ കുമാരന്മാർക്ക് താമസിക്കാനായിട്ടുള്ള വസതി കാണിച്ചു കൊടുത്തു. അതിലെ ഒരു ഋഷി പറഞ്ഞു, ഇന്ന് രാത്രി വിശ്രമിക്കൂ, നാളെ രാവിലെ തന്നെ ആ ഹോമം തുടങ്ങേണ്ട ആ ചടങ്ങുകൾ ആരംഭിക്കുന്നതായിരിക്കും. നമ്മൾ ഇപ്രാവശ്യം എന്തായാലും ഹോമം പൂർത്തീകരിക്കും. കാരണം ആ ഒരു പ്രതീക്ഷ നിങ്ങൾ 2 കുമാരന്മാരെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങൾ എല്ലാവിധ ആയുധങ്ങളോടുകൂടി സന്നദ്ധനായിട്ട് നിൽക്കുകയാണ് യുദ്ധത്തിന്. 2 സൂര്യന്മാരെ പോലെ ഉദിച്ചു നിൽക്കുന്ന പോലെ തോന്നുന്നു. ഋഷിമാര് അവരുടെ നന്ദി വ്യക്തമാക്കി അവരുടെ സംസാരത്തിലൂടെയും പ്രണാമങ്ങളിലൂടെയും. കുറേ കാലമായിട്ട് രാക്ഷസന്മാരുടെ ശല്യം കൊണ്ട് അവർക്കൊരു സമാധാനമില്ലായിരുന്നു. അവരിൽ നിന്നൊരു മോചനം ആഗ്രഹിക്കുകയായിരുന്നു ഈ ഋഷിമാരെല്ലാവരും. തുടർച്ചയായിട്ടുള്ള പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും വിശ്വാമിത്ര മുനി മനസ്സിലാക്കി ഇത് ഭഗവാന്റെ നിയോഗമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ അയോധ്യയിൽ പോയി രാമനെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇപ്പോൾ രാമൻ സ്വയം രാജകുമാരൻ, അയോധ്യാധിപതിയുടെ മകൻ സ്വയം വന്നിരിക്കുകയാണ് ഈ ഋഷിമാരുടെ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാനായിട്ട്. അങ്ങനെ 2 ഋഷിമാർ നോക്കി നിൽക്കെ 2 കുമാരന്മാരും 16 വയസ്സുള്ള യുവകോമള കുമാരന്മാരെ അവരെ കിടക്കുകയാണ്. ഋഷിമാർക്ക് ഒരുപാട് അത്ഭുതം തോന്നി. ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഭഗവാനെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരെല്ലാം ഭഗവാനെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. സൂര്യോദയത്തിന് മുമ്പായിട്ട് തന്നെ 2 കുമാരന്മാരും എഴുന്നേറ്റു. അവരുടെ പ്രാതകർമ്മങ്ങളൊക്കെ ചെയ്തു. ഇത്ര ഭംഗിയായിരിക്കും അല്ലേ 16 വയസ്സുള്ള രാമലക്ഷ്മണന്മാരെ കാണാൻ. ഹരേ കൃഷ്ണ. പൊതുവെ കുട്ടികളെ കാണുമ്പോഴേ ഒരു പ്രത്യേക ആകർഷണമാണ്. അവരുടെ ആ ഒരു ഒരു നിഷ്കളങ്കത്വവും. അന്നേരം ഭഗവാനും ലക്ഷ്മണസ്വാമിയും ആകുമ്പോൾ എന്തുമായിരിക്കും ആകർഷണം അല്ലേ. അന്നേരം പ്രാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഗുരുവായ വിശ്വാമിത്ര മുനിയുടെ മുമ്പിൽ നമസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് യജ്ഞങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. കൈകൂപ്പി ഗുരുവിൻ്റെ മുമ്പിൽ നിന്നിട്ട് രാമൻ ചോദിക്കുകയാണ്, ഗുരു, എപ്പോൾ എവിടെയായിരിക്കും രാക്ഷസന്മാര് വരാൻ സാധ്യതയുള്ളത്? വിശ്വാമിത്ര മുനി ഒന്നും മിണ്ടിയില്ല, പ്രതികരിച്ചില്ല, ഒരു പ്രതികരണവും കാണിച്ചില്ല. ആ സമയത്ത് മറ്റാശ്രമ അന്തേവാസികൾ രാമലക്ഷ്മണന്മാരുടെ ആ ഒരു ഉത്സാഹം കണ്ടിട്ട് അതിൽ നിന്ന് ഒരാൾ പറഞ്ഞു, വിശ്വാമിത്ര മുനി ഇപ്പോൾ മൗനവ്രതത്തിലാണ്. ഇനി അടുത്ത 6 ദിവസം 6 രാത്രിയും അദ്ദേഹം മൗനവ്രതത്തിലായിരിക്കും. രാത്രി അദ്ദേഹം ഉറങ്ങാതെ ഉണർന്നിരിക്കും. അത് കഴിയുമ്പോൾ ആ ഹോമം തീരാറാവുമ്പോൾ ആ 2 അസുരന്മാർ മാരീചനും സുബാഹും ഈ സ്ഥലം നശിപ്പിക്കാനായിട്ട് വരും. പക്ഷെ എന്നാലും ഏത് നിമിഷം അവർ വരും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും തയ്യാറായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു. 2 കുമാരന്മാരുമാണെങ്കിൽ നല്ല അവരുടെ ആ ആയുധന കലകളൊക്കെ പരിശീലിക്കാൻ നല്ലൊരു അവസരം എന്നുള്ള രീതിയിൽ വളരെ ഉത്സാഹത്തോടു കൂടി കാത്തിരിക്കുകയാണ്. അവർ വിശ്വാമിത്ര മുനിയുടെ അടുത്ത് തന്നെ, ധ്യാന നിമഗ്നായിട്ടിരിക്കുന്ന വിശ്വാമിത്ര മുനിയുടെ അടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു. ഇവിടെ പറയുന്നു, രാമൻ ഇങ്ങനെ ആ വില്ലിനെ ചാരി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. രാമന്റെ അത്രയും പൊക്കം ഉണ്ടായിരുന്നു ആ വില്ലിന്. ആ വില്ലിനെ ഇങ്ങനെ ചാരി നിൽക്കുകയായിരുന്നു പറഞ്ഞു. ലക്ഷ്മണനാണെങ്കിൽ കയ്യിലൊരു നല്ല തിളക്കമുള്ള ഒരു നീല വാളും കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ പിടിയിൽ ഒരുപാട് അമൂല്യമായിട്ടുള്ള രത്നങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ 6 ദിവസവും ഉറങ്ങാതെ രാമലക്ഷ്മണന്മാർ കൂട്ടത്തിൽ നിൽക്കുകയാണ്. 6ാമത്തെ രാത്രി അവസാനത്തെ കർമ്മങ്ങൾ ഇങ്ങനെ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ
അസാമാന്യമായിട്ട് ആ തീ ആളിക്കത്താൻ തുടങ്ങി. ആകാശത്ത് നിന്ന് പ്രത്യേകതരം ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ആ ഹോമാഗ്നിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് 2 രാക്ഷസന്മാർ അവിടെ എത്തുകയാണ്. മാരീചനും സുബാഹുവും ആകാശത്ത് നിന്ന് താഴോട്ട് വരുന്നു. അവരോടൊപ്പം ഒരുപാട് ഭയപ്പെടുത്തുന്ന രാക്ഷസന്മാരും ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള മായാവി ശക്തികൾ അവർ ഉപയോഗിക്കാൻ തുടങ്ങി. രക്തത്തിന്റെ മഴ പെയ്പ്പിക്കാൻ തുടങ്ങി. രക്തത്തിന്റെയും പഴുപ്പിന്റെയും മാംസത്തിന്റെയും അതെല്ലാം ഹോമകുണ്ഡത്തിലോട്ട് വീഴാൻ തുടങ്ങി. തീ ആളിക്കത്താൻ തുടങ്ങി. അവിടുന്ന് ഇവിടുന്നും നല്ല ചൂടുള്ള കൽക്കരികൾ മുകളിൽ നിന്ന് വീഴാൻ തുടങ്ങി. അലറിക്കൊണ്ട് രാക്ഷസന്മാര് നൃത്തം ചെയ്തുകൊണ്ട് അവിടെ എല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ആരംഭിക്കുകയാണ്. ഇത് കണ്ടിട്ട് ആശ്രമ അന്തേവാസികൾ ഭയപ്പെട്ടു. പക്ഷെ അവർക്ക് ഭയം ഒരുപാടില്ലായിരുന്നു. കാരണം പ്രാവശ്യം ലക്ഷ്മണന്മാരുണ്ടല്ലോ. വിശ്വാമിത്ര മുനി ഉടൻ തന്നെ എഴുന്നേറ്റു. വിശ്വാമിത്ര മുനി ഉള്ളിൽ വിചാരിച്ചു, ഇവന്മാർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കാൻ സമയമായി. എത്രയോ പ്രാവശ്യം ഇവർ ഹോമം തടഞ്ഞിരുന്നു. ഇനി എന്തായാലും അവർ ഹോമം തടയാൻ ജീവനോടെ കാണത്തില്ല. എല്ലാ ഋഷിമാരെയും ഒത്തുകൂടി വിശ്വാമിത്ര മുനി മാറി നിന്നു. എന്നിട്ട് രാമലക്ഷ്മണന്മാരോട് കാച്ചിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോ മാരീചന്റെയും സുബാഹുവും ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളെ കണ്ടപ്പോൾ രാമൻ അങ്ങോട്ട് ക്രുദ്ധനായി. രാമൻ ചാടി രാക്ഷസന്മാരുടെ മുന്നിലോട്ട് പോവുകയാണ്. എന്നിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, നീ നോക്കിക്കോ, ഇവന്മാർക്കൊക്കെ ഞാൻ തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുന്നത് നോക്കിക്കോളൂ ലക്ഷ്മണ. ഈ നരഭോജികളായിട്ടുള്ള ഈ രാക്ഷസന്മാർക്ക് ഞാൻ തക്കതായിട്ടുള്ള മറുപടി കൊടുക്കാൻ പോവുകയാണ് എന്ന് പറയും. ഇങ്ങനെ പറയുക മാത്രമല്ല, തുടർച്ചയായിട്ട് അസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങി. അതിവേഗതയിൽ എല്ലാ ദിശകളും ടോപ്പ് 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 എന്ന് പറഞ്ഞ അസ്ത്രം പോവുകയാണ്. രാക്ഷസന്മാര് സ്തംഭിച്ചു. ഇങ്ങനെ ഒരു ആക്രമണം അവരൊട്ടും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് അവരിൽ ചിലർ പെട്ടെന്ന് തന്നെ രാമന്റെ അടുത്തേക്ക് വന്നു. രാമനെ എല്ലാ ദിശകളിൽ നിന്നും ചുറ്റി എന്നുള്ളതാണ്. അപ്പോ വളരെ സൂക്ഷ്മതയോടുകൂടി ഒട്ടും ഉന്നം തെറ്റാതെ അതിവേഗതയിൽ പടപടപടാന്ന് അസ്ത്രം അയച്ചു. രാക്ഷസന്മാര് തുണ്ടം തുണ്ടമായെന്നുള്ള. രാമൻ പിന്നെ മാരീചനെ നോക്കി. അവന്റെ ആ വലിയ രൂപം കണ്ടിട്ട് അവൻ ഈ ഹോമകുണ്ഡം തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന് ദേഷ്യം വന്നു. ഭഗവാൻ ഒരു ദിവ്യാസ്ത്രത്തെ ആവാഹിച്ചു, വില്ലിൽ കോർത്തു. അപ്പോഴും രാമന് ഭയങ്കര ദേഷ്യം അടക്കാനേ പറ്റുന്നില്ല. എന്നിട്ടും ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, നീ നോക്കിക്കോ, ഞാൻ മാനവാസ്ത്രം ഉപയോഗിക്കുകയാണ്, മനുവിന്റെ അസ്ത്രം. എന്നിട്ട് ക്രോധത്താൽ വിറച്ചുകൊണ്ട് ഭഗവാൻ ആ അസ്ത്രം അയച്ചു. ആ അലറിക്കൊണ്ടിരിക്കുന്ന മാരീചൻ ആ അസ്ത്രം കൊണ്ടിട്ട് മാരീചൻ എയറിലായി. മാരീചൻ 1200 കിലോമീറ്റർ ദൂരെ പോയി സമുദ്രത്തിൽ പോയി. മാരീചൻ അവിടെ ഹോമതുണ്ടം തകർത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പം നോക്കിയോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആള് തറയിലല്ല, എയറിലേക്ക്. ഭഗവാന്റെ മാനവാസ്ത്രത്തിൽ കൊണ്ട് അവൻ തെറിച്ച് 1200 കിലോമീറ്റർ ദൂരെ സമുദ്രത്തിൽ പോയി വീണു. അന്നേരം ആ വീണ സമുദ്രത്തിൽ പോയി വീണപ്പോ സത്യം പറഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് മാരീചനൊന്നും മനസ്സിലായില്ല എന്തുവാണ് ആക്ച്വലി സംഭവിച്ചത്. അവന്റെ സ്വബോധമൊക്കെ അവന് നഷ്ടപ്പെട്ടു. ഞാൻ ആരാണ്, ഞാൻ എവിടെയാണെന്നൊക്കെ ചോദിക്കാൻ. പക്ഷെ മാരീചൻ മരിച്ചില്ല. അപ്പോഴത്തേക്ക് കൊച്ചു കുട്ടികള് പുതിയൊരു കളിപ്പാട്ടം കണ്ട എന്താ അത്ര സന്തോഷം, അതേപോലെ രാമൻ വളരെ സന്തോഷത്തോടെ ചിരിച്ച് ലക്ഷ്മണനോട്, ലക്ഷ്മണ നോക്ക്, എന്റെ അസ്ത്രത്തിന്റെ പവർ നീ കണ്ടു.
കളിപ്പാട്ടം വെച്ച് കളിക്കുന്ന പോലെ രാമൻ പറയുക, എന്റെ ആ മാനവാസ്ത്രത്തിന്റെ പവർ നീ കണ്ട, എത്ര ദൂരെ അവൻ പോയി വീണെന്നല്ല. അന്നേരം രാമലക്ഷ്മണന്മാര് പൊടപെടാന്ന് വീണ്ടും രാക്ഷസന്മാർക്കെതിരെ അസ്ത്രം വയ്ക്കാൻ തുടങ്ങി. പല പല ദിവ്യ അസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ആ ദിവ്യ മന്ത്രങ്ങളുടെ ഇതുകൊണ്ട് ഓരോ അസ്ത്രം 1000 അസ്ത്രങ്ങളായിട്ട് മാറി. തുടർച്ചയായിട്ട് രാമന്റെ വില്ലിൽ നിന്ന് സുപ് 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 എന്ന് പറഞ്ഞിട്ട് അസ്ത്രങ്ങൾ പോരുന്നു. അത്രയ്ക്ക് വേഗതയിലായിരുന്നു. അവസാനം രാക്ഷസന്മാര് നിലവിളിയോട് കൂടി അവിടുന്ന് ഓടാൻ തുടങ്ങി. ചിലവരവിടുന്ന് അപ്രത്യക്ഷമായി, ചിലവരാണെങ്കിൽ മരിച്ചു വീണു, ചിലവരാണെങ്കിൽ ഭൂമിയുടെ അടിയിലോട്ട് പോയി, ചിലവർ ആകാശത്തേക്ക് പോയി. എന്നിട്ടും കുറച്ചു പേർ എങ്ങനെയൊക്കെയോ ഒത്തുകൂടി ആകാശത്ത് നിന്നും വീണ്ടും ആക്രമിക്കാൻ തുടങ്ങി രാജകുമാരന്മാർക്കെതിരെ. വലിയ വലിയ കുന്തങ്ങളും ഇരുമ്പിന്റെ ദണ്ടുകളും വലിയ പാറകളും കൽക്കരികളും എല്ലാം എറിയാൻ തുടങ്ങി. പക്ഷെ രാമലക്ഷ്മണന്മാര് ആ നിന്നടുത്തൊന്നും ഒരു ചൂട് പോലും അനങ്ങിയില്ലെന്നുള്ളതാണ്. പടാന്ന് അസ്ത്രം അയക്കാൻ തുടങ്ങിയെന്നുള്ളതാണ്. അതിനെല്ലാം തകർത്തു എന്നില്ല. രാമൻ ആ വില്ല് മുറുകെ പിടിച്ചുകൊണ്ട് ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ ഒട്ടും ഭയപ്പെടരുത്, ഇന്നീ ദുഷ്ടന്മാർക്ക് നല്ലൊരു മറുപടി കൊടുക്കണം. ഇമാർ ഒരു ദയയും ദാക്ഷിണ്യം ഇല്ലാത്ത വെറും പാപികളാണ്. ഇത് അവരുടെ അവസാനത്തെ പരിപാടിയായിരിക്കണം. ഇനി ഒരു ഋഷിമാരെ ഇവര് ഒരു തരത്തിലും ശല്യപ്പെടുത്തരുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് രാമൻ അതിവേഗതയിൽ അസ്ത്രം അയച്ചുകൊണ്ടിരിക്കുകയാണ്. അവരയക്കുന്ന എല്ലാ പാറകളെയും പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവസാനം ഭഗവാൻ അഗ്നേയാസ്ത്രത്തെ ആവാഹിച്ചു. ആ അഗ്നേയാസ്ത്രം സുബാഹുവിന്റെ നെഞ്ചത്ത് തുളച്ചു കയറി എന്നുള്ളതാണ്. അവന്റെ ഹൃദയം 2 തുണ്ടായി. എന്നിട്ട് അവൻ ഠാപ്പ് എന്ന് പറഞ്ഞിട്ട് ഭൂമിയിൽ വീണു. അതിനുശേഷം ശ്രീരാമസ്വാമി വായവ്യാസ്ത്രം, ആ കാറ്റിന്റെ വേഗത സൃഷ്ടിക്കുന്ന അസ്ത്രത്തെ ആവാഹിച്ചു. അത് രാക്ഷസന്മാർക്ക് നേരെ പ്രയോഗിച്ചു. ആ അസ്ത്രം കൊണ്ട് എല്ലാ രാക്ഷസന്മാരും പൊടിഞ്ഞു പോയെന്നാണ് പറയുന്നത്. എന്തുമായിരിക്കും അല്ലേ? അവര് തുണ്ടുമായി നമ്മൾ ഒരു പൊടിക്കൂന്ന് പറഞ്ഞു കേട്ടില്ല, അതേപോലെ ഭഗവാന്റെ ആ വായവ്യ അസ്ത്രം കൊണ്ട് അതിശക്തമായിട്ടുള്ള കൊടുങ്കാറ്റിൽ അവരുടെ ശരീരം പൊടിഞ്ഞു പോയെന്നാണ് പറയുന്നത്. ഇനി ആ വായവാസ്ത്രത്തിൽ നിന്നും ആരെങ്കിലും അഥവാ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു. ഒരു രാക്ഷസൻ ഇങ്ങനെ നിൽക്കുകയാണ്, നിമിഷങ്ങൾക്കകം ആള് പൊടിഞ്ഞു പോകുകയാണെങ്കിൽ എന്തുമായിരിക്കും ആ അസ്ത്രത്തിന്റെ പവർ അല്ലേ? അന്നേരം അങ്ങനെ ഒരു കൂട്ടം രാക്ഷസന്മാര് പൊടിഞ്ഞു പോയി. അത്രയ്ക്ക് വേഗതയിലാണ്. രക്തം പോലും വീണിട്ടില്ല. രക്തമൊക്കെ അങ്ങ് പൊടിഞ്ഞ് അങ്ങ് എയറിലങ്ങ് പറത്തി എന്നുള്ളതാണ് എല്ലാരും. അത്രയ്ക്ക് തുണ്ടായി ചെറിയ കൊച്ചു പൊടികളാക്കി പറത്തി കളഞ്ഞു എന്നുള്ളതാണ് രാമൻ. എന്തുകൂടെ ആളുടെ നമ്മൾ പറയാമല്ലോ, ഒരു പൊടി പോലും ഇല്ല കാണാൻ എന്ന് പറഞ്ഞാൽ, അതേപോലെ രാക്ഷസന്മാരുടെ ഒരു പൊടി പോലും കാണാനില്ല. എല്ലാം ഒന്ന് ശൂന്യമാക്കി കളഞ്ഞു വായവ്യാസ്ത്രം കൊണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ജീവനം കൊണ്ട് ഓടിയുള്ളത്. അപ്പോഴേക്കും യുദ്ധം ഏകദേശം തീരാറായി. മെല്ലെ രാക്ഷസന്മാർ കുറഞ്ഞതിനനുസരിച്ച് രാമലക്ഷ്മണന്മാരുടെ ദേഷ്യം കുറഞ്ഞുകൊണ്ടിരുന്നു. അവര് വില്ല് ഇപ്പോഴും മുറുകെ പിടിച്ചിട്ട് വിശ്വാമിത്ര മുനിയെ നോക്കുകയാണ്. വിശ്വാമിത്ര മുനി ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. അദ്ദേഹം കുമാരന്മാരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ ആ ഒരു ലക്ഷ്യം സഫലമായി കുമാരന്മാരെ, നിങ്ങൾ വീരയോദ്ധാക്കളാണ്. നിന്റെ ഗുരു പറഞ്ഞ ആ നിർദ്ദേശങ്ങളെ നിങ്ങൾ കറക്റ്റായിട്ട് പാലിച്ചു. അതുകൊണ്ട് നമ്മൾ ഹോമം തുടരാം, എല്ലാവരുടെയും നന്ദിക്കായിട്ട്. അപ്പോഴേക്കും വിശ്വാമിത്ര മുനിക്ക് രാമലക്ഷ്മണന്മാരോടുള്ള സ്നേഹം ഇങ്ങനെ വർദ്ധിച്ചു. സ്വന്തം മക്കളെ കാട്ടിയും സ്നേഹം അവരോട് തോന്നി. ആ സ്നേഹം കാരണം കണ്ണീന്നിങ്ങനെ കണ്ണീരൊഴുകി, അത്രയ്ക്ക് ആ സുന്ദര കുമാരന്മാരെ കണ്ടിട്ട്. എന്നിട്ട് അദ്ദേഹം വിചാരിച്ചു, ആ ഭഗവാന്റെ വിഷ്ണുവിന്റെ ആ ലീലാവിലാസങ്ങൾ എത്ര മനോഹരമാണ്. ആ വിഷ്ണു അദ്ദേഹത്തിന്റെ ഭക്തരെ എപ്പോഴും സംരക്ഷിക്കും. ഈ ലോകത്തിന്റെ പരിപാലനത്തിന് വേണ്ടി അദ്ദേഹം ഏതൊക്കെ രൂപങ്ങളാണ് എടുക്കുന്നത്.
ഈ യജ്ഞത്തെ പൂർത്തീകരിക്കാനും തുടരാനും വേണ്ടി അദ്ദേഹം 2 കുമാരന്മാരായിട്ട് വന്ന് എന്നെ സഹായിക്കുകയാണ്. ആ വാത്സല്യം വിശ്വാമിത്ര മുനിക്ക് ഉള്ളിൽ ഒതുക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് എങ്ങനെയൊക്കെയോ ആ വാത്സല്യത്തെ ഒതുക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന് നിങ്ങൾ സമാധാനമായിട്ട് കിടക്കും, നാളെ നമുക്ക് ഈ സ്ഥലം വിടണം, പുതിയൊരു സ്ഥലത്തേക്ക് പോകണം. അപ്പോഴേക്കും അവിടെയുള്ള എല്ലാ ഋഷിമാരും ഭഗവാനെ കണ്ടപ്പോഴേ ഭഗവാന്റെ ഫാൻസ് ആയിരുന്നു. ഇപ്പം ഭഗവാൻ ഇത്രയും വീരസാഹസ്യ കൃത്യം ചെയ്തപ്പോൾ പിന്നെ അവരൊക്കെ എന്തുപോലെ കട്ട ഫാൻസ് പൊടിച്ചു കളഞ്ഞില്ലേ രാഷ്ട്രം. അപ്പോൾ അവരെല്ലാവരും വന്നിട്ട് ഭഗവാന് കൈ കൊടുക്കാനായിട്ടൊക്കെ വന്നു. എന്നിട്ട് അവരെല്ലാം കൂടെ രാമനെ സ്തുതിച്ചുകൊണ്ട് ഭഗവാൻ വിശ്രമിക്കുന്ന ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. 6 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല ഭഗവാൻ, ആലോചിച്ചു. എന്നിട്ട് വളരെ മനോഹരമായിട്ടുള്ള പഴവർഗ്ഗങ്ങളും പല ഈ സസ്യങ്ങളുടെ വിഭവങ്ങളൊക്കെ തയ്യാറാക്കി അത് രാമലക്ഷ്മണന്മാർക്ക് കൊടുത്തു. രാമലക്ഷ്മണന്മാർ സന്തോഷത്തോടെ അതൊക്കെ സ്വീകരിച്ചു. എന്നിട്ട് ഉറങ്ങാൻ തുടങ്ങി. പിറ്റേ ദിവസം രാമലക്ഷ്മണന്മാര് ഒന്ന് ആലോചിച്ച് നോക്കും, എന്ത് രസമായിരിക്കും ഭഗവാനെ ലക്ഷ്മണസ്വാമിയെ കാണാൻ അല്ലേ. 16 വയസ്സുള്ള ഇത്രയും യൗവനാവസ്ഥയിലിരിക്കുന്ന ആ 2 കുമാരന്മാര് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് പ്രാതകർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് വിശ്വാമിത്ര മുനിയുടെ മുമ്പിൽ കൈകൂപ്പി എന്നിട്ട് പറയാം, ഗുരു, ഇന്ന് നമ്മൾ എന്താണ് അങ്ങേക്ക് വേണ്ടി ചെയ്യുന്നത്? ബ്രാഹ്മണ ശ്രേഷ്ഠ ഗുരു, എന്താണ് നമ്മൾ അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടത്? അപ്പോ വിശ്വാമിത്ര മുനി പറഞ്ഞു, ജനക മഹാരാജാവ് ഒരു യജ്ഞം നടത്തുന്നുണ്ട്, മിഥിലയിലെ രാജാവ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വിശ്വാമിത്ര മുനി ചിന്തിക്കുകയാണ്. അന്നേരം വിശ്വാമിത്ര മുനി പറയുക, അതായത് രാമൻ ലക്ഷ്മണന്മാർ വന്നിങ്ങനെ ചോദിച്ചപ്പം വിശ്വാമിത്ര മുനി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ കുമാരന്മാരെ അവിടെ കൊണ്ടുപോകാം, അവിടെ ആ ജനക മഹാരാജാവിൻ്റെ ആ വില്ല് രാമനെ കാണിക്കാം. ആ വില്ലിൻ്റെ ശക്തി ആർക്കും അളക്കാൻ കഴിയില്ല. അത് മഹാദേവൻ സ്വയം ഉപയോഗിച്ചിരുന്ന വില്ലാണ്. ദേവന്മാർക്കോ ഗന്ധർവന്മാർക്കോ അസുരന്മാർക്കോ അത് ഒന്ന് വളയ്ക്കാൻ പോലും പറ്റത്തില്ല, ഒന്ന് പിടിക്കാൻ പോലും പറ്റില്ല, ഒന്ന് എടുക്കാൻ പോലും പറ്റത്തില്ല. മനുഷ്യരെ കുറിച്ച് എന്ത് പറയാനോ? അന്നേരം അദ്ദേഹത്തിൻ്റെ ഒരു സഭാമന്ദിരത്തിൽ അദ്ദേഹം ഒരു വലിയൊരു ഹാള് അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ എല്ലാ ദിവസവും ആ വില്ലിനെ പൂജിക്കാറുണ്ട്. അപ്പോൾ ഋഷി പറഞ്ഞു, ആ വില്ലിനെ നോക്കാനുള്ള ശക്തി പോലും പല വ്യക്തികൾക്കും കാണത്തില്ല. അപ്പോൾ ആ ജനക മഹാരാജാവ് പറഞ്ഞിട്ടുണ്ട്, ആരാണോ ഈ വില്ലിനെ വളയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകളായ സീതാദേവിയെ ആ വ്യക്തിക്ക് നൽകുന്നതായിരിക്കും. സീത നാരികളിലെ വലിയൊരു അമൂല്യമായിട്ടുള്ള രത്നമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നു. വിശ്വാമിത്ര മുനി മറ്റു ഋഷിമാരോട് പറഞ്ഞു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കാനായിട്ട്. അങ്ങനെ അധികം താമസിക്കാതെ ഒരു 100 വാഹനങ്ങൾ തയ്യാറാക്കിയിരുന്നു. ഹോമത്തിന് വേണ്ടിയുള്ള സാമഗ്രികളും അതിനെ വലിക്കാനായിട്ട് കഴുതകളെ തയ്യാറാക്കിയിരുന്നു. 1000 ഋഷിമാരുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും മുന്നിലായിട്ട് ഈ 1000 ഋഷിമാരും പല പല ശുഭമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഏറ്റവും മുന്നിൽ വിശ്വാമിത്ര മുനിയും 2 കുമാരന്മാരും മിഥിലയിലേക്ക് യാത്രയാകുന്നു. വടക്ക് ദിശയിലേക്ക് പോയി ഗംഗാതീരത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്ത് ഒരു കൂട്ടം ജീവജാലങ്ങളും പക്ഷികളും എല്ലാം ഇവരുടെ കൂട്ടത്തിൽ പോവുകയാണ്. ഹരേ കൃഷ്ണ, എന്തുവല്ലേ? അതായത് ഈ ഋഷിമാര് എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ താമസിക്കുക. ഇപ്പോൾ അന്നേരം ഋഷിമാരെങ്ങനെയാന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ നാളെ വേറെടുത്തത്, ഒന്നിനോട് ആസക്തിയില്ല. നമ്മളാണെങ്കിൽ ഒരു വീട് പണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മരിക്കാനും താല്പര്യമില്ലെന്നുള്ളൂ. കാരണം ആ വീട് വിട്ടെങ്ങനെ പോകുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഋഷിമാരെന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ നാളെ വേറെ എടുത്തു. അന്നേരം ഇവരങ്ങ് പോവുക. അന്നേരം എല്ലാം പാക്ക് ചെയ്ത് പോവുക. അപ്പോഴത്തേക്ക്
അവിടെ ഉണ്ടായിരുന്ന മാനുകളും പക്ഷികളും എല്ലാം ഇവരെ പിന്തുടരുകയാണ്. കാരണം ഋഷിമാരെ അത്രയ്ക്ക് ഇഷ്ടമായി അവർക്ക്. അന്നേരം വിശ്വാമിത്ര മുനിയും ഋഷിമാരും ആ മിണ്ടാപ്രാണികളോട് പറയുക, അവരുടെ ഭാഷയിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. അവരെ കെട്ടിയിട്ടിട്ടില്ല, കൂട്ടിലിട്ടിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ അവർക്ക് ഈ ഋഷിമാരെ വലിയ ഇഷ്ടമാണ്. അത് എത്ര മനോഹരമാണ് ഭക്തി എന്ന് പറഞ്ഞാൽ, വൈദിക സംസ്കാരം എത്ര മനോഹരമാണെന്ന് പറഞ്ഞാൽ, അല്ലേ? അന്നേരം ഇവിടെ സ്നേഹം കൊണ്ട് അവരെ എല്ലാം കീഴടക്കി എന്നുള്ള. അന്നേരം വിശ്വാമിത്ര മുനി ഋഷിമാരും അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ തിരിച്ചു പോകാൻ. അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ആ മാനുകളും പക്ഷികളും ഒക്കെ തിരിച്ചു പോയത്, അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ പോകാൻ. അങ്ങനെ കുറേ ദൂരം, കുറേ ദിവസം സഞ്ചരിച്ചു. അവസാനം സോൻ നദിയുടെ അടുത്തേക്ക് എത്തി. അവിടെ രാത്രിക്ക് മുമ്പായിട്ട് കുറച്ചു നേരം അവിടെ വിശ്രമിച്ചു. അതിൻ്റെ അടുത്തായിട്ട് തന്നെ പശുക്കളുടെയും ഗ്വാലന്മാരുടെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ യാത്രയുടെ ഇടയിൽ പല പല ഗ്രാമങ്ങളും അവർ സന്ദർശിച്ചിരുന്നു. പല പല രാജ്യങ്ങളും അവർ കണ്ടിരുന്നു. വളരെ നല്ല മനോഹരമായിട്ട് ഭരണം നടക്കുന്ന പല രാജ്യങ്ങളും. എന്നിട്ട് ഈ വിശ്രമിക്കാനെത്തിയ സ്ഥലത്തെക്കുറിച്ച് ശ്രീരാമസ്വാമി വിശ്വാമിത്രമുനിയോട് ചോദിക്കുകയാണ്, ഇപ്പോൾ നമ്മൾ എവിടെയാണ് എത്തിയിരിക്കുന്നത്? വിശ്വാമിത്ര മുനി ഏകദേശം 1000കണക്കിന് വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഈ ഭൂമിയുടെ എല്ലാ ഇതിഹാസങ്ങളും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അന്നേരം ആ സ്ഥലം എന്താണെന്ന് വിശ്വാമിത്ര മുനി പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് കുശനാഭ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ഇതേ പേരിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. കുശൻ എന്ന് പറയുന്ന ഋഷിയുടെ മകനായിരുന്നു. കുശനാഭ എന്ന് പറയുന്നത് വിശ്വാമിത്രന്റെ അപ്പൂപ്പനായിട്ട് വരും എന്ന് പറഞ്ഞു. അന്നേരം ആ കുശന്റെ ആ ഒരു വംശത്തിലാണ് വിശ്വാമിത്ര മുനി വരുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാമിത്രന്റെ പേര് കൗശികൻ എന്നൊരു പേരുമുണ്ട്. കൗശികന് ഒരു ജ്യേഷ്ഠത്തിയുണ്ട്, ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയുടെ പേരാണ് കൗശികി. ജീവിതകാലം മുഴുവൻ ഏറ്റവും ഉത്തമ പതിവ്രതയായിട്ട് കൗശികി ഭർത്താവിൻ്റെ സേവനങ്ങളൊക്കെ ചെയ്തു. സ്വർഗലോക പ്രാപ്തി ലഭിച്ചു. അതിനുശേഷം പുണ്യ ഒരു നദിയായിട്ട്, കോശി നദിയായിട്ട് മാറിയിരിക്കുകയാണ്. എത്രയോ കാലം ഈ നദീതീരത്ത് തപസ് ചെയ്തിരുന്ന വിശ്വാമിത്ര മുനി ഹിമാലയത്തിൻ്റെ അടുത്തായിട്ട് ഒഴുകുന്ന ഈ കോശി നദിയുടെ തീരത്തായിട്ട്. പക്ഷെ ഒരു യജ്ഞം ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു സിദ്ധാശ്രമത്തിൽ വന്നത്. അവിടെ കുറേ കാലമായിട്ട് അവിടെ തങ്ങേണ്ടി വന്നത് കാരണം യജ്ഞം പൂർത്തീകരിക്കാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പോൾ രാമന്റെ സഹായത്തോടുകൂടി യജ്ഞം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഈ കഥയും പല പല പുരാണ കഥകളും ഒക്കെ വിശ്വാമിത്ര മുനി പറഞ്ഞു. അവസാനം കഥകളെല്ലാം പറഞ്ഞ് രാമലക്ഷ്മണന്മാര് ഇത് കേട്ട് ഉറങ്ങുകയാണ്. എന്നിട്ട് രാമലക്ഷ്മണന്മാര് തമ്മി വിശ്വാമിത്ര മുനിയെ കുറിച്ച്, നമ്മുടെ ഗുരു വിശ്വാമിത്ര വലിയൊരു സംഭവമാണല്ലേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് എന്തൊക്കെ കഥകൾ അറിയാം അല്ലേ, എന്തൊക്കെ അദ്ദേഹം കണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഗുരുവിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ രാമലക്ഷ്മണനോടൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഉറങ്ങിയാണ്. രാമൻ എത്ര സിമ്പിളാണ് നോക്കണേ അല്ലേ. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. പിറ്റേ ദിവസം സോൺ നദിയുടെ തീരത്തായിട്ട് സൂര്യൻ ഉദിച്ചു വരുന്നു. പല പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. കുമാരന്മാര് കുളിച്ചു. അവരുടെ പ്രാതകർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ വിശ്വാമിത്ര മുനിയുടെ മുമ്പിൽ കൈകൊപ്പിയിരിക്കുകയാണ്. അപ്പം ഋഷി പറഞ്ഞു, മക്കളെ, നമുക്കിന്ന് ഈ നദി മറികടക്കണം, ഗംഗാനദി മറികടക്കണം. ഇത് മറികടന്ന് ഗംഗാനദിയുടെ വടക്ക് ദിശയിലേക്ക് നമുക്ക് പോകണം. അപ്പോഴേക്കും ഋഷിമാരെല്ലാം ഒത്തുകൂടിയിരിക്കുന്നു. അവരുടെ കമണ്ടലവും ദണ്ടും പിടിച്ചുകൊണ്ട്
എന്നിട്ട് രാമലക്ഷ്മണന്മാർ അവരുടെ അരയിലുള്ള വസ്ത്രം ഒന്ന് മുറുകെ കെട്ടി, എന്നിട്ട് വില്ലെല്ലാം തോളത്തിൽ വെച്ചു. വിശ്വാമിത്ര മുനിയെ മുന്നിൽ നിർത്തി സോൺ നദി നടന്ന് മറികടക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗംഗാ നദിയെ കാണാൻ പറ്റി. ഉച്ചയായപ്പോഴത്തേക്ക് ഗംഗാ നദി തീരത്തെത്തിയപ്പോൾ അന്നത്തെ രാത്രി അവിടെ തന്നെ തങ്ങാമെന്ന് അവർ കരുതുകയാണ്. ഗംഗാ നദിയെ പൂജിച്ചതിന് ശേഷം വിശ്വാമിത്ര മുനിയുടെ അടുത്ത് രാമൻ വിശ്വാമിത്ര മുനി ചോദിക്കുകയാണ്, ഗംഗാ നദിയുടെ ആ ചരിതം അങ്ങൊന്ന് പറഞ്ഞു തരുമെന്നു. ഹിമാലയത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും വരുന്ന, പിന്നെ ഹിമാലയത്തിലൂടെ ഒഴുകി ഭൂമിയെ ഉദ്ധരിച്ച് പാതാള ലോകത്തിലേക്ക് പോകുന്ന ആ ഗംഗാ നദിയെക്കുറിച്ചൊന്ന് പറയാമെന്ന് വെച്ചു. ഗംഗാ നദി ഇത്രയും പവിത്രം എന്തുകൊണ്ടാണ്? ത്രിലോകങ്ങളിലും ശുദ്ധീകരിക്കാൻ ഗംഗാ നദി എന്തിനാണ് വന്നത് എന്ന് പറഞ്ഞു തരുന്നു. ഈ ചോദ്യം കേട്ടപ്പോൾ വിശ്വാമിത്ര മുനി മനസ്സിൽ ഗംഗാദേവിയെ ധ്യാനിക്കുകയാണ്, ഗംഗാദേവിയുടെ ചരിതവും ധ്യാനിക്കുകയാണ്. എന്നിട്ട് ഗംഗാദേവി എങ്ങനെ വന്നു എന്നതിൻ്റെ ചരിതം പറയാം. വളരെയധികം മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളിലൂടെ ഗംഗാദേവിയെ സ്തുതിക്കുകയാണ്. ഗംഗാദേവിയുടെ ചരിതം മൊത്തം പറയുക. അത് പൂർത്തീകരിച്ചപ്പോൾ രാജകുമാരന്മാർക്ക് വലിയ അത്ഭുതമായി. അവർ വീണ്ടും വീണ്ടും ഗുരു ഇനിയും പറയുന്നു. അങ്ങനെ മുഴുവൻ രാത്രിയിൽ പല പല കഥകൾ ദേവന്മാരുടെയും അസുരന്മാരുടെയും ഇതൊക്കെ കേട്ട് ഒന്നും ഉറങ്ങിയില്ലെന്നുള്ളത്. ഹരേ കൃഷ്ണ. എന്നിട്ട് അവർ നേരെ വടക്ക് കിഴക്ക് ദിശയിലേക്ക് മിഥിലയിലേക്ക് യാത്ര ആരംഭിക്കാം. അങ്ങനെ പല പല വനങ്ങളിലൂടെയൊക്കെ അവർ സഞ്ചരിച്ചു. പിന്നെ ആ വനം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഗ്രാമവും കൃഷിസ്ഥലമൊക്കെ എത്തി. അങ്ങനെ മിഥിലയുടെ അടുത്തേക്ക് എത്താറായി. അവിടെ ഒരുപാട് ഉദ്യാനങ്ങളും ഒരുപാട് പഴവർഗ്ഗങ്ങളുടെ ഉദ്യാനങ്ങളും ഒക്കെ കണ്ടു. അതിസുന്ദരമായിട്ടുള്ള തടാകങ്ങളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കണ്ടു. പല പല വന്യമൃഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു. വളരെയധികം നന്നായി ചിട്ടപ്പെടുത്തി എടുത്തിരിക്കുന്ന ഒരു രാജ്യമായിരുന്നു. നല്ല അടുക്കൻ ചിട്ടയോടുകൂടി ഭരിക്കപ്പെട്ടിരുന്ന ഒരു രാജ്യമായിരുന്നു. കുട്ടികളുടെ ശബ്ദവും രഥങ്ങൾ ഓടുന്നതിൻ്റെ ശബ്ദവും എല്ലായിടത്തും കേൾക്കാൻ പറ്റുമായിരുന്നു. വലിയ വലിയ ആനകൾ വളരെ അതിഭംഗിയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിട്ടും ജനങ്ങളെല്ലാവരും സന്തോഷമായിട്ടും കാണപ്പെട്ടു. അവരെ എല്ലാം കണ്ട് ഇങ്ങനെ അത്ഭുതത്തോടുകൂടി കുമാരന്മാർ നോക്കുകയാണ്. സ്വർണത്തിൻ്റെ ഗോപുരമുള്ള ഒരുപാട് മണിമന്ദിരങ്ങൾ അവിടെ കണ്ടു. വലിയ വലിയ കൊട്ടാരങ്ങളും വഴിയുടെ ഇരുഭാഗത്തും കടകമ്പോളകളും ഉണ്ടായിരുന്നു. അവിടെ പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങളും സസ്യങ്ങളും ഒക്കെ പലതരത്തിലുള്ള മധുര പലഹാരങ്ങളും അവിടെ വിറ്റിരുന്നു. പല പല അമൂല്യമായിട്ടുള്ള രത്നങ്ങളും അവിടെ വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് എല്ലാവരും ഋഷിമാരെയും കൈകൂപ്പി വണങ്ങി. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ രാജാവിൻ്റെ മന്ത്രിമാർ ഇവരെ സ്വീകരിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. കാരണം ഇവർ വരുന്ന കാര്യം ജനക മഹാരാജാവിന് നേരത്തെ അറിയാം. വിശ്വാമിത്ര മുനിയും രാജകുമാരന്മാരും കൂട്ടത്തിലുള്ള ശിഷ്യരും എല്ലാവരും അവരെ നേരെ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ പ്രജകളെല്ലാവരും വിശ്വാമിത്ര മുനിയെ കാണാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിരിക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടെ എല്ലാവരും അറിഞ്ഞു ഇങ്ങനെ അതിസുന്ദരന്മാരായിട്ടുള്ള 2 യോദ്ധാക്കളും വരുന്നുണ്ടെന്ന്. അന്നേരം ആ 2 കുമാരന്മാരെ കാണാനും ഒരുപാട് പേര് അവിടെ ഒത്തുകൂടിയുണ്ടായിരുന്നു. ചിലവർ ഊഹിച്ചു ഇത് തീർച്ചയായിട്ടും ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരാണെന്ന് തോന്നുന്നു. പിന്നെ ഇവർ ചിന്തിച്ചു എന്തിനായിരിക്കും ഇവർ മിഥിലയിൽ വന്നത്? ഇനി ഈ വെല്ലു വളയ്ക്കാൻ ഞാണ് കെട്ടാനായിട്ട് ശ്രമിക്കുകയാണോ? എന്നിട്ട് ഈ
ആൾക്കാരെല്ലാം ആകാംക്ഷയോടെ തമ്മി രാമനെ നോക്കി ഓരോ കാര്യങ്ങൾ പറയാം. എന്നിട്ട് രാമൻ പരമാത്മാവാണ്, എല്ലാം അറിയാം. രാമൻ അവരെ എല്ലാവരെയും നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിലും ആഗ്രഹം, മിഥിലയിലുള്ള എല്ലാവരുടെ ഉള്ളിലും ആഗ്രഹം വർദ്ധിച്ചു. രാമൻ ജാനകിയെ വിവാഹം കഴിച്ചിരുന്നു എത്ര നന്നായനെ എന്ന്. ജനക മഹാരാജ് സ്വയം പുറത്തു വന്നു. പല രാജപുരോഹിതന്മാരും മന്ത്രിമാരുമായിട്ടൊത്ത് വിശ്വാമിത്ര മുനിയെ സ്വാഗതം ചെയ്യാനായിട്ട്. അദ്ദേഹം ഉടൻ തന്നെ വിശ്വാമിത്ര മുനിയുടെ കാൽക്കൽ വീണു. എന്നിട്ട് അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് അകത്തോട്ട് കൊണ്ടുപോയി. എന്നിട്ട് ഈ 2 കുമാരന്മാർക്കും ഇരിക്കാനായിട്ടൊരു സ്ഥലം കൊടുത്തു. ഋഷിമാരുടെ പാദം കഴുകാനായിട്ട് ഉള്ള ജലം കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ജനക മഹാരാജാവ് സ്വയം വിശ്വാമിത്ര മുനിയുടെ കാല് കഴുകിയാണ്. ആ ഉപചാരങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഋഷിമാർക്കും കുമാരന്മാർക്കും വളരെ സുഭക്ഷ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുകയാണ്. അന്നേരം തറയിൽ ഇരുന്നു കൊണ്ട് മഞ്ഞപ്പട്ട് വിരിച്ച് ആനക്കൊമ്പ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പീഠത്തിൽ, അവരുടെ മുമ്പിൽ ഒരു പീഠം ഉണ്ടായിരുന്നു. അതിൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ പലതരത്തിലുള്ള വിഭവങ്ങളും കഴിക്കാനായിട്ട് സമർപ്പിച്ചിരുന്നു. വളരെ സന്തോഷത്തോടു കൂടി അവരെല്ലാവരും കഴിച്ചു. അതിനുശേഷം ജനക മഹാരാജാവ് വിശ്വാമിത്ര മുനിയിൽ പറഞ്ഞു, എൻ്റെ മഹാസൗഭാഗ്യമാണ് അങ്ങ് സ്വയം ഇവിടെ വന്നത്. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞാൻ പരിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങയുടെ കൂട്ടത്തിലുള്ള ഈ 2 കുമാരന്മാരാരാണ്? അവരെ കണ്ട 2 പുലികളെ പോലെ തോന്നല്ലോ. ദേവന്മാരെ കാട്ടിയും സുന്ദരന്മാരാണല്ലോ ഇവർ. അങ്ങ് എങ്ങനെയാണ് ഇങ്ങോട്ട് വരാൻ കാരണമായത്? ഈ ആയുധങ്ങളുമായിട്ട് നിൽക്കുന്ന ഈ 2 കുമാരന്മാർ ഇവിടെ വരാൻ കാരണം എന്തായിരുന്നു? അപ്പോൾ ഇത്രയും നേരം ഒന്നും ചോദിക്കാഞ്ഞത് അവർ വിശ്രമിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. വിശ്വാമിത്ര മുനി പറഞ്ഞു ഇതാരാണെന്നൊക്കെ. എന്നിട്ട് ഇവര് ഇതുവരെയും ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. താടകയ്ക്ക് ഒരു പണി കൊടുത്തു, മാരീചനും സ്വഭാവവും ഒക്കെ അതൊക്കെ പറഞ്ഞു. ഇപ്പോൾ ജനക മഹാരാജന്റെ കയ്യിലുള്ള ആ വില്ല് കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഇവർ അയോധ്യയിൽ നിന്ന് വന്നതാണെന്ന് കേട്ടപ്പോൾ ജനക മഹാരാജന് സന്തോഷത്തിനൊരു സീമയില്ലാതെ. അദ്ദേഹം ഉടൻ തന്നെ ചിന്തിച്ചു, ദശരഥൻ മഹാരാജാവിൻ്റെ കുടുംബമായിട്ടൊരു ബന്ധം കിട്ടിക്കഴിഞ്ഞാൽ അത് എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് തോന്നി. എങ്ങനെയെങ്കിലും ഈ രാമനെ കൊണ്ട് അത് പറ്റിയിരുന്നുവെങ്കിൽ എന്ന് ദശരഥ മഹാരാജാവ് ആഗ്രഹിക്കുകയാണ്. ആ സമയത്ത് സദാനന്ദൻ ജനക മഹാരാജാവിൻ്റെ രാജപുരോഹിതനാണ്. കുമാരന്മാരോട് സംസാരിക്കാൻ തുടങ്ങി. അന്നേരം അദ്ദേഹം വലിയൊരു തപസ്വിയാണ്. സദാനന്ദൻ വലിയൊരു സിദ്ധനുമാണ്. അന്നേരം വിശ്വാമിത്ര മുനിയെ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. കാരണം സദാനന്ദൻ കുറേ കാലം വിശ്വാമിത്ര മുനിയുടെ ആശ്രമത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് വിശ്വാമിത്ര മുനി സ്വയം ഒരിക്കലും വിശ്വാമിത്ര മുനിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സദാനന്ദൻ വിശ്വാമിത്രൻ്റെ കാര്യം പറയുകയാണ്. അപ്പോൾ വിശ്വാമിത്ര മുനിയെ വീണ്ടും കണ്ടപ്പോൾ സദാനന്ദന് ഒരുപാട് സന്തോഷം തോന്നി. എന്നിട്ട് രാമലക്ഷ്മണന്മാരുടെ സുന്ദര മുഖത്തെ കണ്ടുകൊണ്ട്, രാമലക്ഷ്മണന്മാർക്കാണെങ്കിൽ കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അനങ്ങാതെ ഇങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ ഇങ്ങനെ ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് രാമലക്ഷ്മണന്മാർ ഇങ്ങനെ സദാനന്ദൻ പറയുന്ന കഥ, വിശ്വാമിത്ര മുനിയുടെ കഥ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ വർഷങ്ങളായിട്ട് ചെയ്ത കഠിന തപസ്സിനെ കുറിച്ചൊക്കെ വിശദീകരിച്ച് സദാനന്ദൻ പറയാണ്. അദ്ദേഹം വലിയൊരു ചക്രവർത്തിയായിരുന്നു. കഠിന തപസ് ചെയ്ത് ബ്രഹ്മദേവനിൽ നിന്നും മഹർഷിയാവാനുള്ള അനുഗ്രഹം ലഭിച്ചു. ഇതെല്ലാം കേട്ടപ്പോൾ എല്ലാവരും വിശ്വാമിത്ര മുനി ഒന്ന് സൂക്ഷിച്ചു നോക്കി. അപ്പോഴേക്കും ഗുരുവിനോടുള്ള ബഹുമാനവും നേരത്തെ ഒരുപാട് കൂടുതലാണ്. ഇതോടുകൂടി രാമനും ലക്ഷ്മണനും പിന്നെ വിശ്വാമിത്ര മുനി എന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട, അത്രയ്ക്ക് ഹൃദയത്തിൽ സ്ഥാനം വർദ്ധിച്ചു എന്നുള്ളത്. എന്നിട്ട് രാമൻ ഇതൊന്നും അറിയത്തില്ലെന്നാണോ? അല്ല, ഇവിടെ പറയുക ലീലയുടെ ഭാഗമായിട്ട്. പക്ഷെ ആ സമയത്തും വിശ്വാമിത്ര മുനി എല്ലാവരും എന്നെക്കുറിച്ച് സ്തുതിക്കുന്നൊന്നുമല്ല, അദ്ദേഹം പൂർണ്ണമായിട്ടും ഭഗവത് ധ്യാനത്തിൽ ഉള്ളിലിരിക്കുകയാണെന്ന് പറയുന്നു.
ആ സമയത്ത് ജനക മഹാരാജാവ് വിശ്വാമിത്ര മുനിയുടെ അടുത്തെത്തി. എന്നിട്ട് കൈകൂപ്പി പറഞ്ഞു, അങ്ങേപോലുള്ള മഹാശക്തനായിട്ടുള്ള യോഗി വര്യൻ ഇവിടെ എത്തിയത് എൻ്റെ മഹാസൗഭാഗ്യമാണ്. ഒന്ന് ആലോചിച്ചു, രാമായണം എത്ര മനോഹരമാണ് അല്ലേ? ഒരു സൈഡിൽ മഹാസമ്പദ് സമൃദ്ധിയിൽ ജീവിക്കുന്ന വലിയ വലിയ ചക്രവർത്തിമാര്, ദശരഥ മഹാരാജാവ്, ജനക മഹാരാജാവ്, അതേപോലെ വളരെയധികം വിരക്തിയിൽ കഴിയുന്ന മഹർഷിമാര്. പക്ഷെ തമ്മി എത്ര സ്നേഹമാണ് നോക്കണേ. അവരെല്ലാം ഒരേ സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്, എത്ര ഐക്യത്തോടു കൂടി. എന്നിട്ട് ആ ഋഷിമാര് താമസിക്കുന്ന ആശ്രമത്തിലെ ജീവജാലങ്ങൾക്ക് അവരോട് എത്ര സ്നേഹമാണ് നോക്കണേ അല്ലേ? അതൊന്ന് ആലോചിച്ച് നോക്കൂ. വൈദിക സംസ്കാരം എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമാണ്. ഇനി രാമലക്ഷ്മണന്മാരെ നോക്കിക്കഴിഞ്ഞാൽ വലിയ രാജാവിന്റെ ചക്രവർത്തിയുടെ മകനാണ്. പക്ഷെ ഒരു അംഗരക്ഷകന്മാരോ ആരും ഇല്ലാതെ ഋഷിമാര് നടന്നു പോന്നു, നമ്മളും നടന്നു പോന്നു. വെള്ളത്തിലൂടെ മറികടന്ന് ഇങ്ങനെ ക്രോസ് ചെയ്യണോ, ഓക്കെ, അതിനും റെഡി. ഭക്ഷണം, പഴവർഗ്ഗങ്ങളോ അതൊക്കെ അതിനും റെഡി. എല്ലാം റെഡിയാണെന്നുള്ളതാണ്. എന്തുപോലെ എത്ര മനോഹരം അല്ലേ? ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. എങ്ങനെ നമ്മൾ ജീവിക്കണമെന്ന് രാമായണത്തിലൂടെയും മഹാഭാരതത്തിലൂടെയും പഠിക്കണം. സമ്പദ് സമൃദ്ധിയിലും കഴിയും, അതും ആശ്രമ ജീവിതത്തിനും തയ്യാറാണ്. അതാണ് റിയൽ അവരാണ് റിയലി ജീവിക്കുന്നത്, ജീവിതം ആസ്വദിക്കുന്നവർ. ഇതാണെങ്കിൽ എന്തുവാ ഇന്നത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്തുവാ, ഈ സമ്പദ് സമൃദ്ധിയുടെ ഒരു അംശം പോലും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ആർത്തിക്കും ആക്രാന്തത്തിനും ഒരു കുറവില്ലെന്നുള്ള. ആകെ ഉള്ളത് കുറച്ച് സെന്റ് സ്ഥലവുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിരിക്കും, അതും ലോണിലായിരിക്കും. എന്നിട്ടും അഹങ്കാരത്തിനൊരു കുറവ് കാണത്തില്ല. ഈ ലോകം മുഴുവൻ ഭരിക്കുന്ന ചക്രവർത്തിമാര് തുച്ഛമായിട്ടാണ് ഇതിനെയൊക്കെ കാണുന്നത്. അവർ ഈ ലോകം ഭരിക്കാൻ വേണ്ടി മാത്രം ഇതിനെയൊക്കെ ഉപയോഗിക്കുകയാണെന്നുള്ളതാണ്. എന്നിട്ട് അവരുടെ മക്കളെയും പഠിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ സുഖസമൃദ്ധമായിട്ട് ഇരിക്കാൻ വേണ്ടിയല്ല. ഋഷിമാര് പറഞ്ഞ പോണം, എന്നിട്ട് ഋഷിമാർ എങ്ങനെ കിടക്കുന്നോ അതിനോടൊപ്പം കിടക്കുക, അത്രേ ഉള്ളൂ. ഏത് സാഹചര്യത്തിലും എങ്ങനെ അഡ്ജസ്റ്റ് ആവുന്നില്ല തോന്നുന്നില്ല. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണെന്ന്, നമ്മുടെ കുട്ടികളും പഠിക്കേണ്ട ഒരു പാഠമാണെന്ന്. അങ്ങനെ അവർ ട്രെയിൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് ബുദ്ധിമുട്ടാണ്. ഒന്ന്, ഇന്നത്തെ മിക്ക ആൾക്കാരും ഇപ്പം കിട്ടുന്നതിൽ സന്തോഷിക്കുന്നില്ല, എന്തില്ല അതോർത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് കിട്ടാത്തതിന് വേണ്ടി ആക്രാന്തത്തോടു കൂടി മറ്റുള്ളവരെ കൊന്നിട്ടാണെങ്കിലും അത് നേടിയെടുക്കാൻ നോക്കും. എന്നിട്ട് കിട്ടിയതിനു ശേഷം അത് നഷ്ടപ്പെടുമെന്നുള്ള ഭയത്താൽ ഇങ്ങനെ ജീവിക്കും. എന്ത് ജീവിതമാണല്ലേ, ഇഞ്ചിഞ്ചായിട്ട് മരിച്ചുകൊണ്ടുള്ള ജീവിതം. ഇവിടെ എന്ന് പറഞ്ഞാൽ അടിപൊളി ജീവിതമല്ലേ, ഋഷിമാരും ഹാപ്പി, രാജാക്കന്മാരും ഹാപ്പി, എത്ര സുന്ദരമായിട്ടുള്ള ജീവിതമാണ്. ഇന്ന് വനത്തിലെങ്കിൽ വനത്തിൽ, കൊട്ടാരത്തിലെങ്കിൽ കൊട്ടാരത്തിൽ, എവിടെയാണെങ്കിലും നമ്മുടെ കർത്തവ്യങ്ങൾ നിറവേറ്റുക. ഒന്ന് ആലോചിച്ചു, 16 വയസ്സുള്ള രാമലക്ഷ്മണന്മാര് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാതകർമ്മങ്ങൾ ചെയ്തിട്ട് ഗുരുവിന്റെ മുമ്പിൽ വന്നിട്ട് പറയാം, ഗുരു നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതാണ് സംസ്കാരം എന്ന് പറയുന്നത്. ഇതാണ് വൈദിക സംസ്കാരം അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? തോന്നില്ലേ അങ്ങനെ അല്ലേ? ഇവിടെ നോക്കുമ്പോ ഇവിടെ വിശ്വാമിത്ര മുനി ചെയ്ത തപസ്സിനെയാണ് ഏറ്റവും മഹത്തായിട്ട് കാണുന്നത്. എന്നിട്ട് ഇത്രയും ശക്തനായിട്ടുള്ള ജനക മഹാരാജാവ് അവിടെ കൈകുപ്പി എന്നിട്ട് പറയുകയാണ്. അതായത് ഇവിടെ രാഷ്ട്രീയം കളിക്കുന്നതല്ല, ചുമ്മാ പൊക്കാൻ വേണ്ടി പറയുന്നതല്ല, ഹൃദയം കൊണ്ട് അവർ കാണുന്നു. 12 മഹാജനങ്ങളിൽ ഒരാളാണ് ജനക മഹാരാജാവ്. അന്നേരം ഇദ്ദേഹം കൈകൂപ്പി വിശ്വാമിത്ര മുനിയുടെ മുന്നിൽ വന്നിട്ട് എന്നിട്ട് പറയാണ്, മഹർഷേ, അങ്ങയുടെ കീർത്തികളൊക്കെ കേട്ടപ്പോൾ നമ്മുടെ മനസ്സും ഹൃദയമൊക്കെ നിറയുകയാണ്, നമുക്ക് അത്ഭുതം തോന്നുകയാണ്. അങ്ങേപോലുള്ള വ്യക്തിക്ക് അങ്ങേപോലുള്ള ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അങ്ങയെക്കുറിച്ചുള്ള കീർത്തികൾ വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുകയാണ് പറയും. പക്ഷെ എന്നാലും ഇപ്പൊ രാത്രിയായി, അതുകൊണ്ട് ഇനിയും കേൾക്കണമെന്നുണ്ട്. പക്ഷെ അങ്ങ് വിഷമിക്കണം, അങ്ങ് വിഷമിക്കാൻ പോകൂ, നമ്മൾ രാവിലെ വീണ്ടും കേൾക്കണം, വീണ്ടും അങ്ങ് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ എത്ര മനോഹരമായിട്ടാണ് ജനക മഹാരാജ് പറയുന്നത്. അതായത് ഇവിടെ നടക്കുന്ന സംഭവം നിങ്ങൾ മനസ്സിലാക്കണം. സദാനന്ദൻ വിശ്വാമിത്ര മുനിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്, സദാനന്ദന് പറഞ്ഞിട്ട് തീരുന്നുമില്ല. രാമലക്ഷ്മണന്മാർക്കാണെങ്കിൽ കേട്ടിട്ട് മടുപ്പും തോന്നില്ല.
അപ്പോഴേക്കും ജനക മഹാരാജ അവിടെ വന്ന് കേൾക്കുകയാണ്, അദ്ദേഹത്തിനും ഇഷ്ടപ്പെട്ടു. അപ്പോ അതിൻ്റെ ഇടയിൽ ജനക മഹാരാജ് വന്നിട്ട് പറയുകയാണ്, അങ്ങേ പോലുള്ള ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഋഷിമാർ നമ്മുടെ ഭവനത്തിൽ വരുന്നത് നമ്മുടെ വലിയ സൗഭാഗ്യമാണ്. ഇനിയും നമുക്ക് ഒരുപാട് കേൾക്കണമെന്നുണ്ട്. പക്ഷെ അങ്ങ് വിശ്രമിക്കണം. അങ്ങ് വിശ്രമിച്ചിട്ട് നാളെ രാവിലെ അങ്ങ് പറയുന്ന എന്തിനും ഞാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. എന്തുവല്ലേ ഇതാണ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ജനക മഹാരാജ് എല്ലാ മന്ത്രിമാരോടൊത്ത് വിശ്വാമിത്ര മുനിയെ പ്രദക്ഷിണം ചെയ്തു, എന്നിട്ട് പോയി. സന്ധ്യാവന്ദനങ്ങളെല്ലാം കഴിഞ്ഞ് വിശ്വാമിത്ര മുനിയും 2 കുമാരന്മാരും രാജാവിൻ്റെ കൊട്ടാരത്തിൽ വിശ്രമിച്ചു. അത് നോക്കണം, അടുത്തൊരു കാര്യം, വിശ്വാമിത്ര മുനി സിദ്ധാശ്രമം അവിടെ വലിയ പർണശാലയൊക്കെ ഉണ്ട്, അതൊക്കെ ഉപേക്ഷിച്ചു. ഇനി പുതിയൊരു ആശ്രമം ഒന്നും ആയിട്ടില്ല, ഇവിടെ കൊട്ടാരത്തിലാണ്, അവിടെയും കിടക്കാൻ തയ്യാറാണ്. ഭഗവാൻ എവിടെയാണോ അവസരം തരുന്നത് അവിടെ കിടക്കും. എന്നിട്ട് അടുത്ത് അവിടെ അറ്റാച്ച്മെന്റ് ഇല്ല, അവിടെ തന്നെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നില്ല, ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകും. എവിടെയാണോ ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അവിടെ ഞാൻ നിൽക്കൂ എന്നുള്ളൊരു തീരുമാനം അല്ലേ. എന്തുവല്ല വിശ്വാമിത്ര മുനി. ഹരേ കൃഷ്ണ. വിശ്വാമിത്ര മുനി കീ ജയ്. ശ്രീരാമസ്വാമി ഒരാളെ ഗുരുവായിട്ട് സ്വീകരിക്കണമെങ്കിൽ എന്തുമായിരിക്കും അല്ലേ, എത്രത്തോളം യോഗ്യനായിരിക്കും അദ്ദേഹം അല്ലേ. എല്ലാവരും കമന്റ്സിലിടൂ വിശ്വാമിത്ര മുനി കീ ജയ്. അന്നേരം പിറ്റേ ദിവസം ജനക മഹാരാജാവ് വിശ്വാമിത്ര മുനിയുടെ അടുത്തെത്തി. വിശ്വാമിത്രൻ, വിശ്വത്തിന്റെ മുഴുവൻ മിത്രൻ, കൂട്ടുകാരൻ, സുഹൃത്ത്, മഹർഷിയുടെ മുമ്പിൽ കൈകൂപ്പി അദ്ദേഹത്തിന്റെ പാദം തൊട്ട് നമസ്കരിച്ചു. എന്നിട്ട് വളരെ മധുരമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു, ഇന്ന് ഞാൻ അങ്ങേക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അങ്ങ് പാപരഹിതനാണ്, എല്ലാ തരത്തിലുള്ള ആദരവിനും എല്ലാ തരത്തിലുള്ള സേവനത്തിനും അങ്ങ് അർഹനാണ്. ഇങ്ങനെയാണ് ഒരു ഗുരുവിന്റെ മുമ്പിൽ നമ്മൾ സമീപിക്കുന്നത്. ഗുരു, ഞാൻ അങ്ങേക്ക് വേണ്ടി ഭഗവാന് വേണ്ടി എന്ത് സേവനമാണ് ചെയ്യേണ്ടത്? പക്ഷെ ശിഷ്യര് ഗുരുവിന്റെ അടുത്ത് പോയിട്ട്, ഗുരു വീട്ടിൽ ഈ പ്രശ്നമാണ് ആ പ്രശ്നമാണ്, എന്തെങ്കിലും ഒരു അനുഗ്രഹം ഇത് തരണം, നമ്മൾ അതിനെന്തെങ്കിലും എന്തെങ്കിലും ഉപദേശം പറഞ്ഞ, ഗുരു ഗുരുവിൽ നിന്ന് എന്ത് മേടിക്കാന്ന് പറഞ്ഞ് നടക്കുന്നത്. ഇവിടെ ജനക മഹാരാജാവും ശ്രീരാമസ്വാമിയും ചോദിക്കുന്നുണ്ട്, ഗുരുദേവ് ഗുരു നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഭഗവാന് വേണ്ടി, എന്ത് സേവനമാണ് ചെയ്യേണ്ടത്? ഇതാണ് ആദ്യം ചോദിക്കുന്നത്. ഇവിടെ ഗുരു പുറമേ നടന്നിടേ വാടേ സേവനം ചെയ്യണേ, വായോ വായ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ അത് ഈ വാക്കുകളെല്ലാം കേട്ടിട്ട് വിശ്വാമിത്ര മുനി പറഞ്ഞു, ആ വില്ല് രാമനെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. ജനക മഹാരാജ് അതിന് സമ്മതം മൂളി. അന്നേരം ആ വില്ല് കാണിക്കുന്നതിന് മുമ്പേ ആ വില്ല് എങ്ങനെ ഇവിടെ വന്നു എന്ന് ജനക മഹാരാജ് പറയാം. അന്നേരം പറയുന്നു, പൂർവ്വയുഗങ്ങളിൽ ഒരു കാലത്ത് ഈ വില്ല് മഹാദേവന്റെ കയ്യിലായിരുന്നു. മഹാദേവൻ മറ്റ് ദേവന്മാരുമായിട്ട് ക്രുദ്ധനായി. കാരണം ഹോമത്തിൽ മഹാദേവൻ അർഹിക്കുന്ന ആ ഒരു ആഹുതി സമർപ്പിച്ചില്ലായിരുന്നു. അപ്പോ മഹാദേവൻ ആ വില്ലും പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ എല്ലാം തല അറക്കാൻ പോവുകയാണ് ഈ വില്ല് ഉപയോഗിച്ച് അസ്ത്രം അയച്ചെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ യുദ്ധത്തിൽ വരാൻ പറഞ്ഞു. പക്ഷെ ദേവന്മാർക്ക് ആർക്കും ധൈര്യം വന്നില്ല. അവരെല്ലാം മഹാദേവനെ ആരാധിച്ച് കാൽക്കൽ വീണ് നമസ്കരിച്ചു. അങ്ങനെ മഹാദേവനെ ശാന്തനാക്കി. അപ്പോ മഹാദേവൻ ആ വില്ല് അവർ ദേവന്മാർക്ക് നൽകുകയാണ്. അതിനുശേഷം ആ വില്ല് ദേവന്മാര് ജനകന്റെ പൂർവികരായ ദേവരഥന് കിട്ടുകയാണ്. കാരണം ദേവരഥൻ അസുരന്മാർക്കെതിരെയുള്ള യുദ്ധത്തിൽ ജനക മഹാരാജാവ്, ദേവരഥൻ എന്ന് പറഞ്ഞ ജനക മഹാരാജാവിന്റെ പൂർവികർ
അദ്ദേഹം അസുരന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ ദേവന്മാരെ സഹായിച്ചിരുന്നു. അന്ന് മുതൽ ഈ വില്ല് ഈ കുടുംബത്തിന്റെ ഒരു സ്വത്തായിട്ട് മാറിയിരിക്കുകയാണ്. സാക്ഷാൽ മഹാദേവനെ പോലെയായിരുന്നു ജനക മഹാരാജാവും കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ പൂർവികനും ഈ വില്ലിനെ കണ്ടിട്ടുള്ളത്. അങ്ങനെ ജനക മഹാരാജാവ് വിശ്വാമിത്ര മുനിയിടത്തും കുമാരന്മാരോടും പറഞ്ഞു. അപ്പോൾ കുമാരന്മാർ ഇങ്ങനെ വളരെ ആകാംക്ഷയോടുകൂടി ഇങ്ങനെ നോക്കി കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഒരിക്കൽ ഞാൻ ഒരു യജ്ഞം ചെയ്യുകയായിരുന്നു ദേവന്മാരെ സന്തോഷിപ്പിക്കാനായിട്ട്, എൻ്റെ ഈ വംശത്തിന് അടുത്ത ഒരു പിൻഗാമിയെ കിട്ടാൻ വേണ്ടി. അന്നേരം ആ യജ്ഞത്തിന് വേണ്ടിയുള്ള സ്ഥലം ഞാനിങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം അത് ഉഴുതെടുക്കാനായിട്ട് സ്വർണത്തിൻ്റെ ഒരു കലപ്പ നിർമ്മിച്ചു. അങ്ങനെ ഉഴുതെടുക്കുന്ന സമയത്ത് അതിസുന്ദരിയായിട്ടുള്ള ഒരു കുട്ടി ഭൂമിയിൽ നിന്നും പുറത്തു വന്നു. ആ പെൺകുട്ടിയാണ് എൻ്റെ മകളായ സീത. എൻ്റെ മകളായിട്ട് കൊട്ടാരത്തിൽ വളർന്നു. എൻ്റെ മകളുടെ സൗന്ദര്യം അതുല്യമാണ്. ഇതേപോലൊരു സുന്ദരി ഈ ലോകത്ത് വേറെയില്ല. എൻ്റെ പ്രിയപ്പെട്ടവളാണ്, അവൾ എൻ്റെ ജീവനാണ്. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, അസാമാന്യ ശക്തിയുള്ള ഒരു യോദ്ധാവിന് മാത്രമേ എൻ്റെ മകളെ ഞാൻ നൽകുമെന്ന്. പല പല ഭരണാധികാരികൾ, പല പല യോദ്ധാക്കൾ, രാജകുമാരന്മാരെല്ലാവരും വന്നു അഭ്യർത്ഥിച്ചു എൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനായിട്ട്. അതുകൊണ്ട് ഒരുപാട് വിവാഹാഭ്യർത്ഥനയോടുകൂടി ഒരുപാട് പേര് വന്നതുകൊണ്ട് ഞാൻ ഒരു നിബന്ധന വെച്ചു. ആർക്കാണോ മഹാദേവന്റെ ഈ ശക്തമായിട്ടുള്ള വില്ല്, അതിൻ്റെ ഞാണൊന്ന് കെട്ടി ആ വില്ലൊന്ന് കുലച്ചു കാണിക്കാൻ പറ്റുന്നത്, അവർക്ക് എൻ്റെ മകളെ വിവാഹം കഴിക്കാം. ഒരുപാട് അഭിമാനിയായ, അവരുടെ ശക്തിയിൽ അഭിമാനമുള്ള ഒരുപാട് പേര് വിചാരിച്ചു ഇത് നിസ്സാര കാര്യമല്ലേ എന്ന്. പക്ഷേ ഈ വില്ലിൻ്റെ അടുത്ത് എത്തിയതോടുകൂടി അവരുടെ അഹങ്കാരമെല്ലാം തകർന്ന് തരിപ്പണമായി. ആ വില്ലിനെ ഒന്ന് അനക്കാൻ പോലും അവർക്ക് പറ്റിയില്ല. പൊക്കുന്നത് പോട്ടെ, ഒന്ന് അനക്കാൻ പോലും പറ്റിയില്ല. ആ സമയത്ത് ഇവർ പരാജയപ്പെട്ടുകൊണ്ട് ഇവരെല്ലാവരും കൂടെ ഒത്തുകൂടി 1 വർഷത്തോളം മിഥിലയെ ആക്രമിച്ചു. എനിക്ക് അവരുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള സാമഗ്രികളൊന്നും ഇല്ലായിരുന്നു, എല്ലാം തീർന്നു. അപ്പോൾ ഞാൻ ദേവന്മാരോട് അപേക്ഷിച്ചു. ഉടൻ തന്നെ ദേവലോകത്തു നിന്നും ശക്തമായിട്ടുള്ള ഒരു കൂട്ടം യോദ്ധാക്കൾ വന്നു, എല്ലാ തരത്തിലുള്ള ആയുധങ്ങളുമായിട്ട്. അങ്ങനെ ആ ദേവലോകത്തു നിന്ന് വന്ന സൈന്യം എല്ലാ രാജാക്കന്മാരെയും ഓടിച്ചു. അങ്ങനെ ഈ വില്ല് ഇന്ന് ഇവിടെ സുരക്ഷിതമായിട്ടിരിക്കുകയാണ്. ആർക്കും കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥ ശക്തനായിട്ടുള്ള ഒരു രാജാവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ വില്ലെന്ന്. ഇത്രയും പറഞ്ഞിട്ട് ജനക മഹാരാജാവ് അന്നേരം എന്തിനാ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, മക്കളെ നിങ്ങളൊന്ന് ഓടിച്ച വലിയ ഉപകാരം, ഒന്ന് പൊക്കിയെന്ന് എൻ്റെ വലിയൊരു സ്വപ്നമാണ് എന്നുള്ളൊരു അർത്ഥത്തിൽ ജനക മഹാരാജാവ് എല്ലാം പറയുകയാണ്. അങ്ങനെ ജനക മഹാരാജാവ് വീണ്ടും വളരെ വാത്സല്യത്തോടുകൂടി രാമലക്ഷ്മണന്മാരെ നോക്കി. രാമൻ ലക്ഷ്മണന്മാർ വരുന്നതിന് മുമ്പേ തന്നെ രാമന്റെ പേര് ജനകൻ ഒരുപാട് കേട്ടിരുന്നു. അതുകൊണ്ട് ജനക മഹാരാജാവിന് ഉറപ്പുണ്ടായിരുന്നു, തീർച്ചയായിട്ടും രാമന് എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ പറ്റുമെന്ന്. ജനക മഹാരാജ വീണ്ടും രാമനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 16 വയസ്സുണ്ടെങ്കിലും ഭഗവാന്റെ ആ ശക്തമായിട്ടുള്ള ശരീരം, അത് കാണാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. അദ്ദേഹം ജനക മഹാരാജാവ് മറ്റാരെക്കാട്ടിയും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു, രാമൻ ഈ പരീക്ഷണത്തിൽ വിജയിക്കണേ, എൻ്റെ മരുമകനാകണേ. അദ്ദേഹം വിശ്വാമിത്ര മുനിയുടെ മുമ്പിൽ കൈകൂപ്പി പറഞ്ഞു, വരും മഹർഷേ, ഈ 2 കുട്ടികളെയും അങ്ങ് കൊണ്ടുവരും. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ആ വില്ലൊന്ന് പിടിച്ചുയർത്തി ഞാനൊന്ന് കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ
ദിവ്യജന്മമായ എൻ്റെ മകൾ സീതയെ ആ വ്യക്തിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ജനക മഹാരാജ് കൊട്ടാരത്തിലേക്ക് പോയി ആ വില്ല് ഇരിക്കുന്ന സ്ഥലത്തേക്ക്, ഇരുമ്പിൻ്റെ ഒരു പേടകത്തിലായിരുന്നു ആ വില്ല്. പലതരത്തിലുള്ള സ്വർണം കൊണ്ടുള്ള കൊത്തുപണികളും ആ പേടകത്തിലുണ്ടായിരുന്നു. ഒരുപാട് പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല കൊണ്ട് അലങ്കരിച്ചിരുന്നു. 300 ശക്തരായിട്ടുള്ള യോദ്ധാക്കൾ ഒരുപാട് ചക്രങ്ങളുള്ള ആ പേടകത്തെ തള്ളിക്കൊണ്ടാണ് ഈ വില്ലിനെ മുന്നിൽ കൊണ്ടുവന്നത്. ജനക മഹാരാജാവ് രാമന്റെ അടുത്ത് പറഞ്ഞു, രാമ, ഇതാണ് ആ ദിവ്യമായിട്ടുള്ള ചാപം. എത്രയോ തലമുറയായിട്ട് ഈ ജനക രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാരെല്ലാം പൂച്ചതാണ്. ദേവന്മാർക്കോ അസുരന്മാർക്കോ യക്ഷന്മാർക്കോ ഗന്ധർവന്മാർക്കോ കിന്നരന്മാർക്കോ ഈ ഞാണൊന്ന് കെട്ടാൻ കഴിയില്ല. അപ്പോൾ ഒരു സാധാരണ ആണിന് ഇത് പറ്റുമോ? ഒരു മനുഷ്യന് പറ്റുമോ? എനിക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. രാമനെ വെല്ലുവിളിച്ചു. രാമനെ വെല്ലുവിളിച്ചാൽ അറിയാലോ എന്താ സംഭവിക്കുന്നത്. വേറെ എല്ലാം ഓക്കെ. രാമനെ വെല്ലുവിളിച്ചാൽ രാമൻ കാണിച്ചു രാമൻ എന്താ ചെയ്യും. രാമൻ എന്താ ചെയ്തതെന്ന് നമുക്ക് നാളെ രാവിലെ കാണാം 7 മണിക്ക്. ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീരാമചന്ദ്ര ഭഗവാൻ കി ജയ, സീതാമയ്യ കി ജയ, ലക്ഷ്മണ ഭരത ശത്രുഘ്ന സ്വാമി കി ജയ, ഹനുമത് സ്വാമി കി ജയ. ഇത് നമുക്ക് നാളെ കാണാം അല്ലേ? ഒരു പാട്ട് കേൾക്കണോ? നമുക്കൊരു പാട്ട് കേട്ടിട്ട് സത്സംഗം. രാമ 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 രാമ. വാ മധുര സരസ എത്രയോ പേര് ഈ കഥകൾ കേൾപ്പിച്ചിരിക്കുന്നു. എന്നിട്ടും ആ കഥ കേൾക്കാനുള്ള ആ ദാഹം തീരുന്നില്ല. राम सिया राम जय जय राम, राम सिया राम जय जय राम, राम सिया राम जय जय राम, राम सिया राम जय. People don't know how.
नित्य पाए प्रेम कोई आवे और न जाने, राम से रूठे राम से माने, राम सिया की करुण कहानी, चंदन एक है पानी। राम सिया राम सिया राम सिया राम रघुपति राघव राजा राम, पतित पावन सीताराम, सीताराम सीताराम, भज प्यारे तू अयोध्या अयोध्या ए मेरे प्यारे राम, बोलो जय जय श्री राम। अयोध्या ए मेरे प्यारे राम, बोलो जय जय श्री राम। हमारी आंखों के तारे हैं प्रभु राम, बोलो जय जय श्री राम। रंगपूर विहार பச்சை மாமலை பூந்தேனி, பவழவாய் கமலச்செங்கண், பச்சை மாமலை போல் கமலச்செங்கண், அச்சுதா அமரரே, ஆயுதம் கொழுந்தேனும் இச்சுவை தவிர யார் இந்திர அச்சுவை பெரினும் வேண்டே, அரங்கமா நகருளானே, அரங்கமா நகருளானே.
രംഗ ഇത് കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? ഇന്നല്ലേ കേട്ടോ. ജയ് ശ്രീറാം. ഓക്കെ, അന്നേരം നാളെ രാവിലെ 7 മണിക്ക് നമുക്ക് ഭഗവാൻ വില്ലൊടിക്കുന്ന ഒരു ഭാഗം ശ്രമിക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീരാമചന്ദ്ര ഭഗവാൻ കി ജയ്, സീതാമയ്യ കി ജയ്, ലക്ഷ്മണ ഭരത ശത്രുഘ്ന സ്വാമി കി ജയ്, ഹനുമത് സ്വാമി കി ജയ്.